തീർച്ചയായും ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. ദൈവം തന്നെ അന്വേഷിക്കുന്നവരുടെ തലമുറയെ കാക്കുന്ന ദൈവമാണ്. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് കൊള്ളാമെന്ന് നിനക്ക് തോന്നിയാൽ നീ എടുക്കണം, അല്ലെങ്കിൽ എന്നെ വെറുതെ വിട്ടേക്കണമെന്ന് ഞാൻ തന്നെ പ്രാർത്ഥിച്ച് പോയി. പട്ടത്ത് ശുശ്രൂഷയിൽ 50 വർഷം പൂർത്തീകരിക്കുന്ന കുരിയേശു അച്ഛൻ. വൈദിക ശുശ്രൂഷ കാൽനട യാത്രകളിലൂടെ തുടങ്ങി പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യേ ദൈവകരങ്ങളിൽ ബലപ്പെട്ട വൈദിക ശ്രേഷ്ഠ. കൺവെൻഷനിടങ്ങളിൽ ഇന്നും മുഴങ്ങുന്ന ശബ്ദം. പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ശക്തി നേടിയ ജീവിത സാക്ഷ്യമുള്ള വൈദികൻ. സാധാരണക്കാരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്ത് അവരിൽ ദൈവാനുഭവം പകർന്ന ഇടയിൽ. ശ്രവിക്കാം അച്ഛൻ്റെ ദൈവിക നടത്തിപ്പുകളെ കുറിച്ച്. ദൈവനാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം. ഞാൻ ജനിച്ച് വളർന്നത് 1945 ഡിസംബർ 28 പിറവന്തൂർ പണ്ടകശാലയിൽ കെ മാത്യുവിൻ്റെയും തങ്കമ്മ മാത്യുവിൻ്റെയും മകനായിട്ടാണ്. എൻ്റെ അമ്മയുടെ വീട് ഓയൂരാണ്, ഇടുപടിക്കൽ ചിറക്കോണത്ത്. മറ്റേ അപ്പച്ചൻ്റെ വീട്ടുപേര് പണ്ടകശാലയിൽ. അവിടെയാണ് ജനിച്ചു വളർന്നത്. ബാല്യകാല വിദ്യാഭ്യാസം പിറവന്തൂർ ഗവൺമെൻറ് പ്രൈമറി സ്കൂളിൽ, അതിനുശേഷം മിഡിൽ സ്കൂളാണെന്ന്. അത് വെട്ടിത്തിട്ട കാതലിക് മാനേജ്മെൻറ്റിലുള്ള ഒരു സ്കൂളിലാണ്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പുനലൂർ ഹൈസ്കൂളിൽ നിറവേറ്റി. അതിനുശേഷം 1964 SSLC പാസ്സായ. അന്നൊക്കെ SSLC 10 അല്ല 11 ക്ലാസ്സാണ്. 11 ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പ്രീ ഡിഗ്രി അല്ല PUC എന്ന കോഴ്സാണ് അന്നുണ്ടായിരുന്നത്. അത് 2 വർഷമാണ് കോഴ്സ്. 2 1 വർഷം PUC കോഴ്സ്. അത് ഞാൻ മാറി വാനിയോസിലാണ് എൻ്റെ വിദ്യാഭ്യാസം നടക്കുന്നതിന് ഇടയായത്. അതിനുശേഷമാണ് സെമിനാരിയിൽ ചേരുന്നതിന് ഇടയായിത്തീർന്നത്. 1966 തൊട്ട് 69 വരെ. ഞാൻ ബാല്യകാലം മുതൽ ഒരു സൺഡേ സ്കൂൾ പഠനം നടത്തി. സൺഡേ സ്കൂളിൽ പഠനം നടത്തിയപ്പോൾ അവിടെയുള്ള അധ്യാപകർ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് സൺഡേ സ്കൂൾ കഴിഞ്ഞ് ഒരു ഭക്തി പരിശീലന ക്ലാസ് എന്നും പറഞ്ഞ് സാറ് തന്നെ ഒരു ബാലയന സഖ്യം പോലെ അന്ന് അങ്ങനെ ഒരു ക്ലാസ് നടത്തുമായിരുന്നു. അതിനകത്ത് ഉപന്യാസം, പ്രസംഗം ഇതൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ഉപന്യാസം ഒരു മനുഷ്യൻ അങ്ങനെ എഴുതി പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞു, നാളെ ഞാനാണ് ഉപന്യാസം ഏറ്റിരിക്കുന്നത്, അതുകൊണ്ട് എനിക്കൊരു ഉപന്യാസം എഴുതി തരണമെന്ന് പറഞ്ഞു. അടുത്ത ഞായറാഴ്ച വന്നപ്പോൾ അവനെയും കണ്ടില്ല, ഉപന്യാസവും കണ്ടില്ല. അന്ന് ഞാനൊരു തീരുമാനം ചെയ്തു, ഇനി മേലാൽ ഇതുപോലെയുള്ള കാര്യത്തിൽ ആരെയും ആശ്രയിക്കരുത്. ഞാൻ പള്ളിക്കാർ പാലയന സഖ്യത്തോട് പറഞ്ഞു, ഇനി ഞാൻ അടുത്ത ആഴ്ച ചെയ്യാം. അടുത്ത ആഴ്ച ഞാൻ തന്നെ ഒരു ഉപന്യാസം എഴുതി വായിച്ചു. അതിനുശേഷം എൻ്റെ പള്ളിയിൽ അന്നിരുന്ന ME ജോർജ് അച്ഛൻ എന്നോട് ചോദിച്ചു, അച്ഛനൊരു എന്നെ മോനെ എന്ന് വിളിച്ചിട്ട്, എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് രാജ്മോഹൻ രാജ്മോഹനൊരു പ്രസംഗം പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പറയാം അച്ഛാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെറിയ പ്രായത്തിൽ പള്ളിയിൽ ഒരു പ്രസംഗം ചെയ്യുന്നതിനിടയായി. പള്ളിയുമായിട്ട് കുടുംബത്തിന് ഞങ്ങൾക്ക് ഒരുപാട് ബന്ധമുണ്ട്. എൻ്റെ വല്യപ്പൻ്റെ അപ്പച്ചനാണ് ആ പള്ളിയുടെ സ്ഥാപനത്തിന് കാരണമായി തീർന്ന. പിറവന്തൂർ സെൻറ്റ് തോമസ് മാർത്തോമാ പള്ളി, പണ്ടകശാല പള്ളി എന്നും പറയും. അതിൻ്റെ അവിടെയുള്ള ആദ്യത്തെ വികാരിയാണ് ഞാൻ. പെൻഷനായതിന് ശേഷം അവിടെ നിന്നൊരാൾ പട്ടത്ത് ശുശ്രൂഷയിലേക്ക് വന്നു, ജോബിനച്ഛൻ. അല്ലാതെ മറ്റ് അധികം പേരും അവിടെ നിന്ന് പട്ടത്ത
ശുശ്രൂഷയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് ഓർക്കണം. ഞാൻ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പട്ടത്ത ശുശ്രൂഷയിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ സാധാരണ മാതാപിതാക്കൾ നേരും മോനെ ഈ ജോലിയൊക്കെ ചെയ്യണമെന്ന്. എൻ്റെ അമ്മയോട് ഞാനാ പറഞ്ഞത് ഇങ്ങനെ പോയാൽ കൊള്ളാം. അമ്മ പറഞ്ഞ് എൻ്റെ മോനെ വല്ലവൻ്റെയും ചീത്ത കിട്ടാൻ നീ എന്തിനാ പോകുന്നത്. അപ്പനോട് പറഞ്ഞു. അപ്പനൊന്നും പറഞ്ഞില്ല, പ്രോത്സാഹിപ്പിച്ചുമില്ല, നിരുത്സാഹപ്പെടുത്തിയില്ല. അപ്പോൾ എനിക്ക് ഉള്ളൊരു ബലഹീനത പാട്ട് പാടാനായിട്ട് അന്നും അറിയത്തില്ല, ഇന്നും അറിയത്തില്ല. എൻ്റെ ട്യൂണൊന്നും നല്ല നിശ്ചയമൊന്നും എനിക്കില്ല. അപ്പോൾ എൻ്റെ അളിയൻ എന്നോട് പറഞ്ഞു, രാജുമോനെ നീ ഇപ്പോൾ ഇതിന് പോകണം. സഭാ സെക്രട്ടറി അന്ന് TN കോശിയച്ഛനാണ്, അച്ഛൻ്റെ ബന്ധത്തിലുള്ളതാണ്. ഞാൻ അച്ഛനോട് റെക്കമെൻഡ് ചെയ്യാം ഈ പട്ടത്തെ ശുശ്രൂഷയിലേക്ക് പോകണമെന്ന്. ഉടനെ ഞാൻ പറഞ്ഞു, ആരുടെയും റെക്കമെൻഡേഷനോടുകൂടെ ഞാൻ പോകുന്നില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. ദൈവത്തിന് ഈ ശുശ്രൂഷ എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ഇഷ്ടമാണെങ്കിൽ ദൈവം തിരഞ്ഞെടുക്കട്ടെ. ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്ന അവസരത്തിൽ ഞങ്ങളുടെ സെൻറ്ററിൽ നിന്ന് 3 ചെറുപ്പക്കാരാണ് അന്ന് ഇൻ്റർവ്യൂവിന് പോയത്. ഒന്ന് PT എബ്രഹാം അച്ഛനും, PT എബ്രഹാം, മറ്റൊന്ന് KG കോശി. ഞാൻ സെൻറ്ററിൽ നിന്ന് പോയി അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിന് അന്ന് റിട്ടൺ ടെസ്റ്റൊന്നുമില്ല. ഞാൻ പോകാൻ ഇറങ്ങുമ്പോൾ എന്നെ ആരും വന്ന് പ്രാർത്ഥിച്ചു വിട്ടില്ല. കാരണം അന്ന് നമ്മുടെ അവിടെയൊന്നും അച്ഛന്മാരില്ല. ചാച്ചിപ്പിന്നെ എന്ന വികാരി വരണം. ഞാൻ തന്നെ പ്രാർത്ഥിച്ചത്. ഞാൻ പ്രാർത്ഥിച്ചത് ഇത്രയേ ഉള്ളൂ, എൻ്റെ ദൈവമേ എന്നെ ഈ ശുശ്രൂഷയ്ക്ക് കൊള്ളാമെന്ന് നിനക്ക് തോന്നിയാൽ നീ എടുക്കണം, അല്ലെങ്കിൽ എന്നെ വെറുതെ വിട്ടേക്കണമെന്ന് ഞാൻ തന്നെ പ്രാർത്ഥിച്ച് പോയി. അതിന് ശേഷം അവിടെ ചെന്നു. രാവിലെ ഒത്തിരി പേരുടെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഉച്ച കഴിഞ്ഞാണ് ഞങ്ങളുടെ ഇൻ്റർവ്യൂ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഈ സെൻറ്ററിൽ നിന്ന് പോയവർ, പത്തനാപുരം സെൻറ്ററിൽ നിന്ന് പോയതാണ്. ഞങ്ങൾക്ക് ഈ സഭയുമായിട്ട് വലിയ ബന്ധവും സഭാകേന്ദ്രത്തിലും ഒന്നും ഞങ്ങൾക്കറിയില്ല. അവിടെ ഞങ്ങൾ പറഞ്ഞു, എടുക്കാനുള്ളവരെയൊക്കെ രാവിലെ എടുത്ത് കാണും, ഇനി നമ്മളെ വെറുതെ വിളിക്കുക എന്ന് പറഞ്ഞു. അന്ന് 13 പേര് ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നു. ഞങ്ങളെ 8 പേരെ ആണെന്ന് സെലക്ട് ചെയ്യുന്നതിന് ഇടയായി തീർന്ന്. 8 അല്ല 5 പേര്. അങ്ങനെ ഞങ്ങൾ ആ ഇൻ്റർവ്യൂവിന് പോയത് ഓർക്കുന്നു. ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ അവർ വലിയൊരു ബോർഡാണ്. ആ ബോർഡിൽ വലിയ ഒത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഇവരെയൊക്കെ ആദ്യം കാണുക, വേദപുസ്തകം വായിക്കാനായിട്ട് ഒരു പോർഷൻ പറഞ്ഞു. അത് ഓബദ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം വായിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആരെങ്കിലും എടുത്തു തന്നാൽ വായിക്കാം, കാരണം ഒന്നേ ഉള്ളെന്ന് എനിക്കറിയാം. ചെറിയ പ്രായത്തിൽ ഞാൻ SLC പാസ്സാകുന്നതിന് മുമ്പ് വേദപുസ്തകം മുഴുവൻ 3 പ്രാവശ്യം വായിച്ച് തീർത്തിട്ടുണ്ട്. ആദ്യം വായിച്ചപ്പോൾ എനിക്ക് ഇതിൻ്റെ അർത്ഥമൊന്നും അറിയാൻ പാടില്ല. രണ്ടാമത് വായിച്ചപ്പോൾ ഞാൻ ഒരു നോട്ട് ബുക്ക് വെച്ച് സംശയമുള്ളത് എഴുതിയിട്ടു. മൂന്നാമത് വായിച്ചപ്പോൾ ആ നോട്ട് ബുക്കിൽ തന്നെ എൻ്റെ സംശയം നിവാരണം വരുത്താവുന്നതൊക്കെ നിവാരണം വരുത്തി. അതുകൊണ്ട് വേദപുസ്തകത്തിൽ നിന്ന് ഏത് ഭാഗം ചോദിച്ചാലും അതിനെക്കുറിച്ച് എനിക്ക് ഒരുവിധം നിശ്ചയം ഉണ്ടായിരുന്നു. ഒരാൾ ചോദിച്ചു, 121-ാം സങ്കീർത്തനം ചൊല്ലാമോ? എനിക്കത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും അറിയാം. അതുകൊണ്ട് ഞാൻ ആ മലയാളം തന്നെയാണ് ചൊല്ലിക്കേൽപ്പിച്ചത്. അവർക്ക് സന്തോഷമായി. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു വന്നേ ഉള്ളൂ, എൻ്റെ ദൈവമേ എന്നെക്കൊണ്ട് പാട്ട് പാടിക്കരുതേ എന്ന. ഒരാൾ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, അച്ഛന് ഒരു പാട്ട് പാടിയാട്ടെന്ന് പറഞ്ഞു. ക്രിസ്തീയ കീർത്തനത്തിൽ നിന്നാണ് പാടേണ്ടത്. ഞാൻ തുറന്നപ്പം കിട്ടിയ ഒരു പാട്ടെടുത്ത് പാടിയപ്പോൾ അതിൻ്റെ ട്യൂണ് ഉണ്ടെന്നാണ് അറിയുന്നത്. അവർ പറഞ്ഞു ഈ ട്യൂൺ തെറ്റാണ്. ഞാൻ പറഞ്ഞു ആ ട്യൂണേ എനിക്കറിയാവുള്ളൂ എന്ന് പറഞ്ഞു. പുൾപ്പിറ്റ് ബൈബിൾ അതുകൂടെ പറയട്ടെ, ആ വേദോത്സവം വായിക്കാൻ ഒരു പ്രാവശ്യം തന്നു. പുൾപ്പിറ്റ് ബൈബിളാണെന്ന് ആദ്യമായിട്ട് ജീവിതത്തിൽ കാണുകയാണ്. അത്രയും വലിയ വേദപുസ്തകം. എനിക്ക് ചെറുപ്പത്തിലെ ഒരു വേദപുസ്തകം എൻ്റെ അപ്പച്ചൻ മേടിച്ചു തന്നു. ആ വേദപുസ്തകമാണ് ഞാൻ പൂർണ്ണമായി വായിച്ച് തീർത്തത്. അതെങ്ങനെയാണ് മേടിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുരുമുളകിൻ്റെ പൊഴിഞ്ഞു വീഴുന്ന അണികളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഉണക്കി
അന്ന് 5 രൂപയാണ് വേദപുസ്തകത്തിൻ്റെ വില. അതിനുവേണ്ടി അത് ഉണക്കി അപ്പച്ചൻ്റെ കൈ കൊടുത്ത് എനിക്കൊരു വേദപുസ്തകം വേണമെന്ന് പറഞ്ഞു. മാരാവണ്ണ് പോയിട്ട് വന്നപ്പോൾ 5 രൂപയ്ക്ക് എനിക്കൊരു വേദപുസ്തകം വാങ്ങിക്കൊണ്ട് വന്നത് എന്നെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പിന്നെ പാട്ട് പാടിച്ചു. അപ്പോൾ കലമണ്ണിൽ ഉമ്മനച്ച് നമ്മുടെ ക്രിസോസ്റ്റം തിരുവേനിയുടെ പിതാവ്, അദ്ദേഹം തിയോളജി വളരെ അറിയാവുന്ന ആളാണ്. അദ്ദേഹം എന്നോട് ചോദിച്ച ഒരു ചോദ്യം, ഈ ഈ ശുശ്രൂഷയ്ക്ക് വരാനുള്ള കാരണം എന്താണ്? ഉടനെ പറഞ്ഞു, ഈ ശുശ്രൂഷയ്ക്ക് വരാനുള്ള കാരണം പട്ടക്കാരനാകുന്നത് താല്പര്യം കൊണ്ടാണ്, സുവിശേഷ വേല ചെയ്യുക. അദ്ദേഹം ചോദിച്ചു, സുവിശേഷ വേല ഒരച്ഛനായാലേ സുവിശേഷ വേല ചെയ്യാൻ ഒക്കൂ? അപ്പം ഞാൻ പറഞ്ഞു, അല്ലാതെയും ചെയ്യാം. പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാം ഘ്രാണമായാൽ ശ്രവണമെവിടെ, എല്ലാം ശ്രവണമായാൽ ഘ്രാണമെവിടെ. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ശുശ്രൂഷയാണല്ലോ ദൈവം കൊടുക്കുന്നത്. ആ കാര്യം പറഞ്ഞതും ഞാൻ ഓർക്കുന്നു. പ്രിയമുള്ളവരെ, കുറേ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് അതിന് ശേഷം ഞങ്ങൾ തിരികെ പോന്നു. ഞങ്ങൾ പത്തനാപുരം സെൻറ്ററിൽ നിന്ന് അന്ന് പോയ 3 പേരെയും തിരഞ്ഞെടുത്തതായിട്ട് കാർഡ് വന്നു. അങ്ങനെയാണ് സെമിനാരി പഠനത്തിന് പോകുന്നതിന് ഇടയായി തീർന്നത്. ഞാൻ 1969 ഒരു ഷെമ്മാശനായി, മാർത്തോമാ സഭയുടെ ഷെമ്മാശനായിട്ട് തീർന്നത്. അന്ന് എനിക്ക് 23 വയസ്സാണ്. അതുകൊണ്ട് 24 വയസ്സ് ആകുമ്പോഴേ കശീശാസ്ഥാനത്തേക്ക് പ്രവേശിക്കാൻ ഒക്കൂ എന്ന കാരണത്താൽ 1 വർഷത്തോളം ഷെമ്മാശനായി ശുശ്രൂഷ ചെയ്യേണ്ടി വന്നു. അന്ന് ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ വികാരി ജനറൽ എബ്രഹാം സാമുവേലച്ചൻ വികാരിയും ഞാൻ അസിസ്റ്റൻറ്റുമായി ശുശ്രൂഷ ആരംഭിച്ചത് റാന്നി ഇടമൺ ഇടവയിൽ താമസിച്ചുകൊണ്ടാണ്. 4-5 ഇടവകളുടെ ചുമതലയാണ് അന്ന് എനിക്ക് അസിസ്റ്റൻ്റായിട്ട് പ്രവർത്തിപ്പാൻ ഉണ്ടായിരുന്നത്. റാന്നി, ഇടമൺ, വെച്ചുച്ചിറ കോളനി, അരയമ്പാറ, കരികുളം, മന്നുമരുതി അസിസ്റ്റൻ്റ്, ഇത്രയും ഇടത്താണ് ശുശ്രൂഷ നിറവേറ്റിയത്. അതിനുശേഷം 1 വർഷം കഴിഞ്ഞ് 1970 മെയ് മാസം 11-ാം തീയതി കശീശയായി തീർന്നു. ആ കശീശയായി തീർന്നപ്പോൾ കരികുളം വിട്ടിട്ട് കറിക്കാട്ടൂരിൻ്റെ ചുമതലയോടെ കിട്ടി. അങ്ങനെ അവിടെ 4 വർഷത്തെ ശുശ്രൂഷ പൂർത്തീകരിച്ചു. അതിനുശേഷമാണ് ഞാൻ തെക്കൻ ഇടവുകളിലേക്ക് മാറുന്നതിനിടയായത്. റാന്നി ഇടവകയിലൊക്കെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അന്ന് വാഹന സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാൽനടയായിട്ടാണ് വീടുകളിലൊക്കെ പോകേണ്ടി വരുന്നത്. സൈക്കിൾ പോലും ഉപയോഗിക്കാനൊക്കാത്ത ഒരു സാഹചര്യമാണ്. പെട്ടെന്ന് ഉണ്ടാകുന്ന അത്യാവശ്യ വേളകളിൽ സഞ്ചരിക്കുന്നതിന് 1-2 ബസ് മാത്രമാണ് ആ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ അവിടെയുള്ള ശുശ്രൂഷ അനുഗ്രഹീതമായി നിറവേറ്റി. അന്ന് KM വർഗീസ് അച്ഛൻ, കോലിഞ്ചിക്കലച്ഛനാണ് മന്നമരുതി വികാരി. ഞാൻ വെച്ചുച്ചിറ എക്സ് സർവീസ്മെൻ കോളനിയിൽ ശുശ്രൂഷ ചെയ്തു. 4 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അവിടെയായി ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു. ഇടമൺ പള്ളിയുടെ കൂദാശ ഞാൻ ഇരിക്കുന്ന സമയത്താണ് നിർവഹിക്കപ്പെട്ടത്. അതുപോലെ വെച്ചുച്ചിറ കോളനിയിൽ ഒരു ദേവാലയം പണിതതിൻ്റെ ഓട് ലെവൽ വരെ കൊണ്ട് എത്തിക്കാനായിട്ട് സാധിച്ചു. അരയമ്പാറ പള്ളിയുടെ അടിസ്ഥാനം ഇടുന്നതിന്, പുതിയ സ്ഥാനത്ത് ഇടുന്നതിന് ദൈവം കൃപ ചെയ്തു. അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് ശേഷം 1973 മുതൽ ഞാൻ കൈതക്കുഴി ഇടവയിലേക്ക് സ്ഥലം മാറി. കൈതക്കുഴി ഇടവകയും ചെങ്കുളം, കോഴിക്കോട് അല്ലെങ്കിൽ OU സെൻറ്റ് തോമസ്, ഈ 3 ഇടവയുടെ വികാരി എന്നുള്ള നിലയിലാണ് ഞാൻ ശുശ്രൂഷ നിറവേറ്റുന്നതിന് ഇടയായി തീർന്നത്. അവിടെയും അനുഗ്രഹീതമായുള്ള ശുശ്രൂഷ നിറവേറ്റുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. കൈതക്കുഴി ഇടവയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവിടെയുള്ളൊരു പശ്ചാത്തലം, അന്ന് ചെന്ന് ചാർജ് എടുത്തത് അവിടെ ഉണ്ടായിരുന്ന വികാരിയുമായ ഇടവക്കാർ പിണങ്ങി വികാരി പോയി 2 ഗ്രൂപ്പ് തിരിഞ്ഞിരിക്കുന്ന
ഒരു സാഹചര്യമായിരുന്നു. അവിടെ ചെന്നപ്പോൾ പാഴ്സനേജ് പൂട്ടിയിരുന്നു. അച്ഛനെ യാത്ര അയക്കാൻ ആരും ചെല്ലാതിരുന്നുകൊണ്ട് അച്ഛൻ താക്കോലും കൊണ്ടുപോയി. പിന്നെ ഒരു ആശാരിയെ വിളിച്ച് സാക്ഷാർത്താണ് അവിടെ പ്രവേശിച്ച് ശുശ്രൂഷ ആരംഭിക്കുന്നതിനിടയായത്. അവിടെ ഒരു YMCAയുടെ കെട്ടിടം പഴയത് ഇപ്പോഴും അവിടെയുണ്ട്. ആ കെട്ടിടമായിരുന്നു അന്നത്തെ പാഴ്സനേജ്. അവിടെ താമസിച്ചുകൊണ്ടാണ് ശുശ്രൂഷ നിറവേറ്റാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് ആദ്യമായി ഒരു സൈക്കിൾ മേടിക്കുന്നത്. അന്ന് ഒറ്റയ്ക്ക് ഒരു സൈക്കിൾ മേടിക്കാനുള്ള ധനസ്ഥിതിയൊന്നും അന്നത്തെ ശമ്പള അനുസരിച്ച് ലഭിക്കുമായിരുന്നില്ല. ചെങ്കള ഇടവയിൽ എൻ്റെ അമ്മാച്ചനാണ് ട്രസ്റ്റി ആയിട്ടിരുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞ് ഒരു സൈക്കിൾ അദ്ദേഹം വാങ്ങിത്തന്നു. എന്നാൽ സൗജന്യമെന്ന് പറയാൻ ഒക്കത്തില്ല. 2-3 മാസത്തെ ശമ്പളം പിടിച്ച് എൻ്റെ കണക്ക് അങ്ങനെ തീർത്തു. പിന്നെ ഓയൂരുടെ വെയിലും അവിടെ സൈക്കിളിലൊക്കെയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ശേഷം ഞാൻ സ്ഥലം മാറി വന്നത് ഏനാത്ത്, മണ്ണടി, കുളക്കട 3 ഇടവക. അതോടൊപ്പം തന്നെ കലേപുരം സിയോൻകുന്നിൻ്റെ ചാർജ്, അവിടെ എനിക്കുണ്ടായിരുന്ന ചാർജ്. അവിടെ ഒരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, തയ്യൽ സ്കൂളുണ്ട്. അതിൻ്റെ പ്രിൻസിപ്പാളാണ്. ആ പ്രോജക്റ്റിൻ്റെ ചുമതല, അതിൻ്റെ കൺവീനർ എന്നുള്ള ചുമതലയും നിർവഹിക്കാനായിട്ട് ദൈവം ഇടയാക്കി. അതുപോലെ എൻ്റെ ട്രസ്റ്റി എന്നുള്ള നിലയിലും അവിടെ ശുശ്രൂഷ ചെയ്തു. അതിനകത്ത് ഇരിക്കുന്ന അവസരത്തിൽ അവിടെ വലിയൊരു ആത്മീയ ഉണർവ് ഉണ്ടാകുന്നതിന് അവിടെയുള്ള പ്രവർത്തനങ്ങൾ കാരണമായി തീർന്നു. അവിടെയുള്ള കുറേയധികം മദ്യപാനികൾ മാനസാന്തരപ്പെട്ട് നമ്മുടെ ഇടവകയിൽ സാക്ഷിക്കുകയും സജീവമായിട്ട് പ്രവർത്തിക്കുന്നതിന് ഇടയായിത്തീരുകയും ചെയ്തു. അവിടെ വെച്ച് ഞാൻ ഓർക്കുന്നു, അവിടെയുള്ള മിക്കവാറും ആളുകൾ മദ്യപാനികളായിട്ടുള്ള ആളുകളാണ്. ഇപ്പം പറഞ്ഞാൽ അവർക്ക് സന്തോഷമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്നാൽ അന്നത്തെ ഒരു സാഹചര്യം അങ്ങനെയായിരുന്നു. ഒരു ദിവസം ഒരു ഇടവയോഗം നടത്തിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇവിടെ മദ്യപിക്കാത്ത ആളുകൾ വേണം ചുമതലയെ വരാൻ. അങ്ങനെയുള്ള ആളുകളെ ചുമതലയെടുക്കണമെങ്കിൽ ഞാൻ വേറെ വല്ലയിടത്തൊന്നും കൊണ്ടുവന്നേലേ ഒക്കൂ എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞു, നിങ്ങളെ വിശ്വസിച്ച് ഞാൻ ചുമതല ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു. ആ ചുമതലക്കാരെ തിരഞ്ഞെടുത്തതിന് ശേഷം ഞാനൊരു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അതവരെ കൊണ്ട് ഏറ്റുപറയിച്ചു, ഞാൻ മദ്യം എടുക്കുകയോ കൊടുക്കുകയോ കുടിക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചില ആളുകൾ, ചുമതലപ്പെട്ട ചില ആളുകൾ അവിടുന്ന് അങ്ങ് പോയി. അപ്പോൾ ചില ദിവസങ്ങൾ കുടിക്കാതൊക്കെ നടന്നിട്ട് അതിലൊരു കമ്മിറ്റിക്കാരൻ കുടിച്ചേച്ച് വന്നപ്പോൾ ഭാര്യ ചോദിച്ചു, എൻ്റെ മനുഷ്യ, നിങ്ങൾ പള്ളിയിൽ വെച്ച് അച്ഛൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ പറഞ്ഞതാണല്ലോ കുടിക്കത്തില്ലെന്ന്. എടീ, സത്യമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കുടിച്ചിട്ടില്ല. എന്താ കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞത്? ഞാൻ അതിൽ പിന്നെ പള്ളി വെച്ച് ഇതുവരെ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നു. അന്നത്തെ തീരുമാനമൊക്കെ സത്യപ്രതിജ്ഞ ഉൾപ്പെടെ അത് മിൻസിൽ രേഖപ്പെടുത്തി അവിടെ ഭദ്രാസനത്തിൽ, നടൂർ ഭദ്രാസനം തിരുവേനി അവിടെയാണ്, അവിടെ അയച്ചു കൊടുക്കുന്നത് ഓർക്കുന്നു. അങ്ങനെ കലേപുരം കൺവെൻഷൻ്റെ ചുമതല, ഏനാത്ത്, മണ്ണടി, കുളക്കട ഈ 3 ഇടവയുടെ ചുമതല അത് 3 വർഷമാണ് നിറവേറ്റിയത്. അതിനുശേഷം ഞാൻ 1979 പുല്ലാട് സഹിയോൻ മാർത്തോമ ഇടവകയിലേക്ക് സ്ഥലം മാറിപ്പോയി. അവിടെയും പറഞ്ഞ പോലെ 2-3 വർഷം വികാരിമാരിയ്ക്കുക ബുദ്ധിമുട്ടുള്ളൊരു കാലയളവായിരുന്നു. എന്നാൽ അവിടെ 5 വർഷത്തെ ശുശ്രൂഷ നിർവഹിപ്പാൻ ഇടയായി. ചെല്ലുമ്പോഴൊത്തിരി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ദൈവകൃപയാൽ അവിടെ പ്രവർത്തിച്ചതിന് ശേഷം അവിടെയുള്ള ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് അവർക്ക് അറിയാൻ പാടില്ലാതെ പോയി. നമ്മൾ വികാരി എന്ന നിലയിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ ചെല്ലുന്ന ഇടവയിലൊക്കെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. ആ ഏതെങ്കിലും പ്രബലമായൊരു ഗ്രൂപ്പ് കണ്ടെത്തി അതിൻ്റെ കൂടെ നിന്നാൽ സേഫാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ
അത് പ്രയാസമുണ്ടാക്കും, പ്രശ്നങ്ങളുളവാക്കും എന്നതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് ആ ഇടവകയിൽ 5 വർഷത്തെ ശുശ്രൂഷ അനുഗ്രഹീതമായിട്ട് നിറവേറ്റി. എന്നാൽ അവിടെ വെച്ചാണ് എനിക്കൊരു തലവേദന ഉണ്ടായത്. 1973 അതികഠിനമായ തലവേദനയുണ്ടായി. ശുശ്രൂഷ ചെയ്തു പോകാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതായുള്ള ഒരു സാഹചര്യമായിരുന്നു അത്. ഞാൻ കയറിയിറങ്ങാത്ത ആശുപത്രിയില്ല. മുളക്കഴ ഉള്ള ഒരു ജോയിസ് മാമൻ ഡോക്ടറെ കണ്ട് ചികിത്സ ആരംഭിച്ചു. അതിനുശേഷം ഞാൻ ഒരുപാട് വൈദ്യന്മാരെ കണ്ടു. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ പോയി. ഇവിടെയൊന്നും എനിക്ക് സൗഖ്യം വേണ്ടുന്ന പോലെ ലഭിച്ചില്ല. അനേക ആശുപത്രി കയറി ഇറങ്ങി. ചമ്പക്കര തിരുമുകാരുണ്ടായിരുന്നു, അവിടെ പോയി തിരുമിച്ചു. ഏതാണ്ട് 3-3.5 വർഷത്തോളം ആ കഠിനമായ തലവേദന. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, കാര്യങ്ങൾ ചെയ്തു പോകാൻ കഴിയുന്നില്ല. ചിലപ്പോൾ തലവേദന കഠിനമായിട്ട് വരുമ്പോൾ ഉച്ചയ്ക്ക് ഏതെങ്കിലും ചാക്കോ ഭാരമോ ഒക്കെ എടുത്തു വെച്ച് ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛന് ഇവിടെ വന്നത് കൊണ്ടാണ്, ഈ പാഴ്സനേജ് ഇരിക്കുന്ന അതിൻ്റെ കുഴപ്പം കൊണ്ട് അച്ഛന് ഈ തലവേദന കൊണ്ട് അച്ഛൻ ഇവിടുന്ന് മാറിയാൽ അച്ഛന് സുഖം കിട്ടും. ഞാൻ പറഞ്ഞു, ഞാൻ മാറിയാൽ വേറൊരു അച്ഛൻ ഇവിടെ വരും, അച്ഛനും തലവേദനയോ മറ്റ് പ്രശ്നമൊക്കെ വരും. അതുകൊണ്ട് അതീ ഭേദം ഞാൻ തന്നെ ഇവിടെ ഇരിക്കുന്നതാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് 5 വർഷം അവിടെ ഇരിക്കുന്നതിനിടയായത്. 4 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വിശുദ്ധ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നു. എൻ്റെ ഇടത്തെ കണ്ണ് തുറക്കാൻ പാടില്ലാതെ അടഞ്ഞുപോയി. അന്നധികം ആളുകൾ കുർബാന കൊള്ളുന്നതിന് ഇന്നത്തെ പോലെയല്ല. അന്നേ കാലത്ത് കുറച്ച് ആളുകൾ മാത്രമേ കുർബാന കൊള്ളുക പതിവുള്ളൂ. എന്നാൽ അന്ന് പള്ളി നിറയെ വന്ന ആളുകൾ കുർബാനയ്ക്ക് ഒരുങ്ങി. ഒരു ഉയർപ്പ് ഞായറാഴ്ചയാണ്. അപ്പോൾ അത്രയും ആളുകൾ വരാനുള്ള കാരണങ്ങളിലൊന്ന് വെള്ളിയാഴ്ചത്തെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, വെള്ളിയാഴ്ച കർത്താവിനെ ക്രൂശിക്കാനാ വന്നത് എന്ന് നിങ്ങളെക്കുറിച്ച് ആരും പഴി പറയാനിടയാകരുത്. അതുകൊണ്ട് ഉയർപ്പിൻ്റെ സന്തോഷവും കൂടെ അനുഭവിക്കാൻ നിങ്ങളൂടെ ഞായറാഴ്ച വരണം. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച വന്ന കൂടുതൽ ആളുകളും ഞായറാഴ്ച വരുന്നതിന് ഇടയായി തീർന്നത്. ആ ഒരു കണ്ണടഞ്ഞവനായി 10-200 ആളുകൾക്ക് അന്ന് വിശുദ്ധ കുർബാന കൊടുത്തതിന് ശേഷം ഞാൻ ശ്രീചിത്ര മെഡിക്കൽ സെൻറ്ററിലേക്ക് പോയി. അവിടെ ചെന്ന് അവരെന്നെ പരിശോധിച്ചതിന് ശേഷം അവിടെ അഡ്മിറ്റാകാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അഡ്മിറ്റായി. അങ്ങനെ 15 ദിവസം അവിടെ കിടക്കുന്നതിനിടയായി. അതിന് ശേഷമാണ് എനിക്ക് കണ്ണിന് പോള വീണുപോയത് ശരിയായി, തലവേദന കുറഞ്ഞു. അവിടെ നിന്ന് വരുന്നതിന് ദൈവം കൃപ ചെയ്തു. അതിനു മുമ്പുള്ള പുല്ലാടടുവയിൽ ഒരു സംഭവം കൂടെ ഞാൻ ഓർക്കുന്നു. തലവേദനയായിട്ടിരുന്നപ്പോൾ ഒരു ഉപദേശി ഒരിക്കൽ അവിടെ പ്രസംഗിക്കാൻ വന്നിട്ട് എന്നോട് അദ്ദേഹം കട്ടിലേ കയറി ചമ്മറം പടിഞ്ഞ് അങ്ങോട്ടിരുന്നിട്ട് പറഞ്ഞു, ഞാൻ ഒന്ന് മെനക്കെട്ടയിലേ വെക്കൂ. ഞാൻ ചോദിച്ചു, എന്തിനാ ഉപദേശി? അദ്ദേഹം പറഞ്ഞു, ഇവിടെ വലിയൊരു പിശാചിൻ്റെ പ്രവർത്തനം ഞാൻ കാണുന്നു എന്ന് പറഞ്ഞാൽ പാഴ്സനേൻ്റെ തൊട്ട് മുകളിൽ ഭാഗത്താണ് ശവക്കോട്ട. അദ്ദേഹം ഒരു ജനൽ കാണിച്ചിട്ട് പറഞ്ഞു, പിശാച് ഇവിടുന്ന് ഇങ്ങോട്ട് ചാടുന്നുണ്ട്, അതായി കുഴപ്പം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ ഉപദേശി ഡബിൾ ജനലാണ്, അതിനകത്ത് ക്രോസ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിശാചിനെ അത് എത്ര വലുതാണെങ്കിലും ഒറ്റയ്ക്ക് ചാടാൻ പറ്റത്തില്ല. പീസായിട്ടോ പാർട്ടായിട്ടോ മാത്രമേ ഇങ്ങോട്ട് ചാടാനൊക്കൂ. അതുകൊണ്ട് ഉപദേശി മെനക്കെടണ്ട. കാരണം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കുന്നു. എൻ്റെ ഭാര്യയുടെ എൻ്റെ കുഞ്ഞുങ്ങളുടെയും പ്രാർത്ഥന ദൈവം കേൾക്കുന്നുവെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അന്ന് ഞാൻ ഓർത്തു, ഒരു അസുഖമോ പ്രയാസമോ ഒക്കെ വരുമ്പോൾ ഓരോ ആളുകൾ അതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയൊക്കെയാണല്ലോ കൊടുക്കുന്നത് എന്ന് ഞാൻ ഓർത്തുപോയി. എന്നോട് ഇത്രയാണെന്നെങ്കിൽ, പച്ചമരത്തോട് ഇത്രയാണെങ്കിൽ ഉണങ്ങിയ മരത്തോട് എത്രയായിരിക്കുമെന്നുള്ളത് ഞാൻ ആ സമയത്ത് ഓർക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ കൃപയാൽ അവിടെ വച്ച് എനിക്ക്
സൗഖ്യം വെല്ലു പോയി മടങ്ങി വന്ന് ചിത്രായി പോയി അവിടെ നിന്ന് സൗഖ്യം പ്രാപിക്കുന്നതിനിടയായി. അന്നത്തെ എൻ്റെ ഒരു ശുശ്രൂഷകൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ പ്രാർത്ഥിച്ചത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ജീവൻ എടുത്തുകൊണ്ടാണേലും വേണ്ടുകയില്ല, എൻ്റെ അച്ഛന് സൗഖ്യം കൊടുക്കണം എന്ന ആ ശുശ്രൂഷൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ നന്നായിട്ട് ഓർക്കുന്നു. അനേക ആളുകളുടെ കണ്ണുനീര്, എൻ്റെ കുടുംബാംഗങ്ങളുടെ കണ്ണുനീര്, പ്രാർത്ഥന, ഇതൊക്കെ ഈ വലിയ സൗഖ്യത്തിലേക്ക് എന്നെ വഴി നടത്തുന്നതിനിടയായി. ശ്രീചിത്രായി പോയാണ് സൗഖ്യം പ്രാപിക്കുന്നതിന്. അവിടെ വെച്ച് ശ്രീചിത്രായിൽ സെൻറ്ററിൽ ചെന്നപ്പോൾ ഞാൻ അവിടെയുള്ള ഒരു പ്രത്യേകത, ഈ എല്ലാ ആളുകൾക്കും എപ്പോഴും അവിടെ സന്ദർശിക്കാനൊക്കത്തില്ല. അവിടെ ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങുന്ന രോഗികളുണ്ട്, മറ്റ് പല ആളുകളും നിരാശപ്പെട്ടിരിക്കും. അപ്പം ഞാൻ ഓർത്തു, ഞാനും ഒരു രോഗിയാണ്, എനിക്കിപ്പോൾ സ്വാതന്ത്ര്യമായിട്ട് വാർഡുകളിലൊക്കെ പോകാം. അവിടെ ഒരു വാർഡിലുള്ള ഒരു മുറിയിൽ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ വിഷാദിച്ച് വളരെ വിഷമത്തോടുകൂടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ കാര്യം? അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛൻ നാളെ എൻ്റെ തലയോട്ടി ഇളക്കി സർജറി നടത്താനായിട്ട് പോവുകയാണ്. എൻ്റെ ഭാവി എന്തായി തീരും എന്നെനിക്കറിയാൻ പാടില്ല. ഞാൻ ആ മനുഷ്യന് വേണ്ടി കുറേ നേരം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അതൊരു ബ്രാഹ്മണ യുവാവായിരുന്നു. അദ്ദേഹം ദൈവത്തിൻ്റെ കൃപയാൽ സൗഖ്യം പ്രാപിച്ചു, വീട്ടിലെത്തി. അതിനുശേഷം എനിക്കൊരു ലെറ്റർ അദ്ദേഹം അയച്ചു. അദ്ദേഹം ലെറ്റർ അയച്ചത് ഇങ്ങനെയാണ്: എൻ്റെ അച്ഛാ, ഇവിടുത്തെ സർജറി കൊണ്ടല്ല സൗഖ്യം കിട്ടിയത്, അച്ഛൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് എന്ന് ഞാൻ വാസ്തവമായിട്ട് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞു. അച്ഛൻ എൻ്റെ വീട്ടിൽ ഒരു ദിവസം വരണം എന്ന് പറഞ്ഞു. ആ ബ്രാഹ്മണൻ്റെ ഭവനത്തിൽ, കൊച്ചിയിലാണ് താമസം, അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഞാൻ ചെന്നു. ഒരു ദിവസം അദ്ദേഹത്തോടുകൂടെ താമസിച്ചു. ഒരു വേദപുസ്തകം സമ്മാനം കൊടുത്തു. അദ്ദേഹം എനിക്കും കാർഡുകളൊക്കെ അയച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴ് കുറേ നാളായിട്ടില്ല, കുറേ വർഷങ്ങൾ ഞങ്ങൾ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവം അതിശയകരമായിട്ട് വഴി നടത്തിയ കാര്യങ്ങളെ നന്ദിയോടുകൂടി ഓർക്കുന്നു. അവിടെ 5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം കുറിയന്നൂർ ശാലയിടവയിലേക്കാണ് സ്ഥലം മാറിപ്പോയത്. അവിടെ 4 വർഷം ശുശ്രൂഷ ചെയ്യുന്നതിന് ദൈവം കൃപ ചെയ്തു. അവിടെയുള്ള ശുശ്രൂഷയുടെ സമയത്ത് ഞാൻ ഇടവ മിഷൻ ആളുകളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, നമ്മുടെ പള്ളി ഇവിടെ ഇരിക്കുക, ഈ ചുറ്റുപാടുമായിട്ട് നമുക്കൊരു ബന്ധം വേണം. അപ്പോൾ ആ ബന്ധം എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കൊരു ഭവന സന്ദർശനം നടത്തണം. ഞങ്ങളുടെ ഇടവകയുടെ അന്നത്തെ കുറിയന്നൂർ ശാലയും ഇടവകയിലെ അതിർത്തിയിലുള്ള എല്ലാ വീടുകളും, ഹൈന്ദവ ഭവനങ്ങളും മറ്റു ഭവനങ്ങളും ഞങ്ങൾ ഇടവ മിഷനായിട്ട് സന്ദർശിച്ചു. അവിടെ പ്രത്യേക യോഗങ്ങൾ ക്രമീകരിച്ചു. തന്നിമിത്തമായിട്ട് ചില ഹൈന്ദവ സ്നേഹിതന്മാർ നമ്മുടെ സഭയിലേക്ക് അംഗങ്ങളായി തീരുന്നതിനിടയായി. എൻ്റെ ശുശ്രൂഷയിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെയും വേറെ ചില ഇടവുകളിലും കുറേ ഹൈന്ദവ സ്നേഹിതന്മാർ വിശ്വാസത്തിലേക്ക് വരികയും സഭയുടെ അംഗങ്ങളായി തീരുകയും ചെയ്തത് നന്ദിയോടുകൂടി ഓർക്കുന്നു. കുറിയന്നൂർ ശാല ഇടവക ശുശ്രൂഷ നിറവേറ്റിയതിന് ശേഷം ഞാൻ പോയത് കുമ്പനാട് ശാല ഇടവയിലേക്കാണ്. അവിടെ 1984 മുതൽ 88 വരെയാണ് കുറിയന്നൂർ ശാലയും ഇടവയിൽ ശുശ്രൂഷ ചെയ്തത്. അതിനുശേഷം 84 തൊട്ട് 92 വരെ 4 വർഷം കുമ്പനാട് ശാലയും ഇടവകയുടെ വികാരിയായി ശുശ്രൂഷ നിറവേറ്റുന്നതിനിടയായി. അവിടെയുള്ള ശുശ്രൂഷയും ഏറെ അനുഗ്രഹകരമായിരുന്നു എന്നതിന് സംശയമൊന്നുമില്ല. ഭവനങ്ങൾ കയറിയിറങ്ങി ഭവനങ്ങൾക്കൊക്കെ ഒരു ആത്മീയ ചൈതന്യം കൊടുക്കത്തക്കവണ്ണമുള്ളൊരു ശുശ്രൂഷയിലാണ് പ്രത്യേകമായിട്ട് ഏർപ്പെട്ടിരുന്നത് എന്നുള്ളത് ഓർക്കുന്നു. കുറിയന്നൂർ ശാലയും ഇടവയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം പിന്നെ കീക്കുഴൂർ ഇടവയിലേക്കാണ് മാറിപ്പോയത്. 1992 മുതൽ 97 വരെയുള്ള
കാലഘട്ടത്തിൽ ശുശ്രൂഷ നിറവേറ്റി. അവിടെയും ഏതാണ്ട് വലിയൊരു ഇടവകയാണ്. ആ ഇടവകയിലെ ശുശ്രൂഷ ഭവനങ്ങൾ കയറിയിറങ്ങി. അന്ന് ഈ പറഞ്ഞ പോലെ വാഹന സൗകര്യം കുറവാണെന്നൊരു പഴയ അംബാസഡർ കാർ എനിക്കുണ്ട്. അതിൽ പോകാവുന്നിടത്തോളം ഇടത്ത് പോവുകയും അവിടെയുള്ള ഭവനങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കീക്കുഴൂർ ഈസ്റ്റ് എന്ന് പറയുന്നിടത്തൊരു ചാപ്പൽ സ്ഥാപിക്കുകയും ഇപ്പോഴതൊരു ഇടവകയായിട്ട് രൂപാന്തരപ്പെട്ടു. അവിടെയുള്ള പ്രവർത്തനങ്ങൾ 5 വർഷക്കാലം നിറവേറ്റുന്നതിന് ദൈവം സഹായിച്ചു. കീക്കുഴൂർ ഇടവകയിൽ നിന്ന് പിന്നെ സ്ഥലം മാറിപ്പോയത് ഇലന്തൂർ വലിയ പള്ളിയിലേക്കാണ്. 97 മുതൽ 2002 വരെ അവിടെ ശുശ്രൂഷ ചെയ്ത് 500-ലധികം വീടുകളുള്ള ഒരിടവകയാണ്. ഞാൻ ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഞാൻ 42 വർഷം ശുശ്രൂഷ നിറവേറ്റിയെങ്കിലും നാളിതുവരെ ഒരു ബാലറ്റ് ഒരിടവയിൽ നടത്തേണ്ടി വന്നിട്ടില്ല. എലന്തു വലിയ പള്ളിയിൽ ഇരുന്നപ്പോൾ അവിടെ ഒരു ബാലറ്റിൻ്റെ വക്ക് വരെ എത്തിച്ചേർന്നു. അങ്ങനെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. അത് പിൻവലിക്കാനുള്ള സമയമായി. 2 സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലേക്ക് പോകാൻ വളരെ സജീവമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മണ്ഡലത്തിലേക്ക് പോകുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഞാൻ വിളിച്ചു. എനിക്ക് 4-5 വർഷത്തെ സ്വാധീനമുണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, എൻ്റെ സാറ് ഇന്നലെ വരെ ജയിച്ചവനായിട്ട് ഇവിടെ നടന്നതാണ്, നാളെ തോറ്റവനായിട്ട് നടക്കാനിടയാകരുത്. കാരണം സാറ് തോറ്റുപോകും. അവരുടെ വീടുകൾ എണ്ണം കുറവാണ്. വോട്ട് വരുമ്പോൾ അത് അങ്ങനെ ജയിക്കാനുള്ള പ്രയാസമുണ്ട്, സാറിനും അറിയാമല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം തുറിച്ച് എന്നെ ഒന്ന് നോക്കി ഗൗരവത്തോടുകൂടെ അമർത്തിച്ചവിട്ടി അപ്പുറത്തോട്ട് മാറി രാജിക്കത്തും കൊടുത്ത് അദ്ദേഹം അവിടുന്ന് പോയി. ആ വോട്ട് അങ്ങനെ ഒഴിവായി. അതുകൊണ്ടുണ്ടായ ഒരു ഗുണം എന്നാണെന്ന് ചോദിച്ചാൽ, അടുത്ത പ്രാവശ്യം അദ്ദേഹം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് നിന്നപ്പോൾ അന്ന് മണ്ഡലത്തിൽ നിന്ന അവരുടെ ആളുകളോട് പറഞ്ഞു, എടാ നമുക്ക് വേണ്ടി മണ്ഡല സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം മാറി തന്നതാണ്, അതുകൊണ്ട് ഇനി നമ്മുടെ വോട്ടുകളെല്ലാം ആ മനുഷ്യന് ചെയ്യണം, പാർട്ടിയൊന്നും നോക്കണ്ട. അപ്രാവശ്യം പഞ്ചായത്തിൽ നിന്ന് ആ മനുഷ്യൻ മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ആരെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്താൽ തീർച്ചയായും ദോഷത്തിന് ഭവിക്കുകയില്ല, നന്മയ്ക്ക് മുഖാന്തരമായി തീരും എന്നതിന് യാതൊരു സംശയമില്ല. അഗോയ് സാറിനെ പിന്നെ ഞാൻ കണ്ടപ്പോൾ ചോദിച്ചു, സാറേ എന്തോ പറയുന്നു? അദ്ദേഹം പറഞ്ഞു, ഏതായാലും നന്നായി വെച്ചാൽ അത് മാറിയുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് പഞ്ചായത്ത് മെമ്പറായിട്ട് നടക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇനി മെമ്പർ പോരാ, പ്രസിഡൻ്റോടാണ്. ദൈവത്തെ മാനിക്കുന്നവനെയും സഭയെ മാനിക്കുന്നവനെയും സ്വർഗത്തിലെ ദൈവം മാനിക്കും എന്നുള്ളത് പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തി. ആ എലന്തൂർ വലിയ പള്ളിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദോഹയിൽ വെച്ച് ഉള്ള എൻ്റെ മകളുടെ മരണം സംഭവിക്കുന്നത്. 2001 അത് ഞങ്ങളെ കുടുംബമായി വല്ലാതെ വേദനിപ്പിച്ചതായുള്ള ഒരനുഭവമാണ്. എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ വിശദമായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കൂടെ ജോലി ചെയ്ത ഒരാളിൻ്റെ തെറ്റ് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്തു എന്നുള്ള കാരണത്താൽ അതിൻ്റെ വൈരാഗ്യം കൊണ്ട് അദ്ദേഹം ചെയ്തതാണ്. വീടും പേരും ഒക്കെ പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാകുമെന്നുള്ളത് കൊണ്ട് ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് കുമ്മനാട് ധർമ്മഗിരി മന്ദിരത്തിൽ സൂപ്രണ്ടായിട്ട് നിയമിതനായി. ഏതാണ്ട് 3 വർഷം മെയിൽ മാറേണ്ടതാണ്. 3 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെയുള്ള ശുശ്രൂഷ നിറവേറ്റി. ആ സമയത്താണ് എനിക്ക് അതികഠിനമായിട്ടുള്ള പ്രയാസം രണ്ടാമത് വന്നത്. അത് വന്നത് കയറ്റം കയറാനൊക്കുന്നില്ല, 10 ചുവട് നടക്കാൻ കഴിയുന്നില്ല, അപ്പോൾ കിതയ്ക്കുന്നു, കയറ്റം കയറാൻ കഴിയുന്നില്ല, ഒരു പ്രസംഗം ശരിക്ക് പറയാനൊക്കുന്നില്ല, ചുമയ്ക്കുന്നു. ഇങ്ങനെയുള്ള ഒരു വലിയ പ്രയാസത്തിലൂടെ കടന്നുപോയി. പണ്ട് തലവേദന വന്ന അവസരത്തിൽ ഞാൻ ഡോക്ടർമാരെ കണ്ടതുപോലെ അനേക ഡോക്ടർമാരെ കണ്ടു. അതിനുശേഷം ഞാൻ പിന്നെ മുളക്കഴ സെഞ്ച്വറി ആശുപത്രിയിലാണ് ആദ്യം പോയത്.
അവർ പറഞ്ഞു അച്ഛന് ഹാർട്ടിന് തകരാറുണ്ട്, ഒരു സർജറി ആവശ്യമാണ്, ബ്ലോക്കുണ്ട്, ഒരു സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവിടെ ചെയ്യിച്ചാൽ ബുദ്ധിമുട്ടാകുമല്ലോ, കുറേ കൂടെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാമെന്ന് വിചാരിച്ച് അമൃതാനന്ദമയ്യ ആശുപത്രിയിൽ പോയി. 10 ദിവസം അവിടെ കിടന്നു. അവരെന്നെ പരിശോധിച്ചു, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നും കാണുന്നില്ല, എന്നാൽ വാൽവിൻ്റെ അവിടെ ചെറിയൊരു ലീക്ക് പോലെ തോന്നുന്നു. അപ്പം മോനെ അമേരിക്കയിൽ നിന്ന് വിളിച്ച് ചോദിച്ചു, ഡോക്ടറെ എന്തെങ്കിലും പ്രശ്നമുണ്ട്? അദ്ദേഹം പറഞ്ഞു, ഒരു 100 ഇയേഴ്സിലേക്ക് ഒരു പ്രോബ്ലം അല്ല, ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ആശുപത്രിയിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞ് പിന്നെ പഴയതുപോലെ തന്നെ അസുഖമുണ്ടായി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതിനുശേഷം ഞാൻ വെല്ലൂർ പോയി. അവിടെ 23 ദിവസം അഡ്മിറ്റായി കിടന്നു. അവർ പറഞ്ഞത് ഹാർട്ടിൻ്റെ ഔട്ടർ കവറിങ് 1 സെൻറ്റിമീറ്ററോളം തിക്കൻ്റായി, അതുകൊണ്ട് സർജറി വേണം. സർജറി നടത്തി ഹാർട്ടിൻ്റെ ആ കവറിങ് മാറ്റി കഴിയുമ്പോൾ അച്ഛന് സുഖം വരും എന്ന് പറഞ്ഞു. സർജറി നിശ്ചയിച്ച് ഡേറ്റുമൊക്കെ നിശ്ചയിച്ചു. മോൻ്റെ ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്തെല്ലാം ശരിയാക്കി. എന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ആ ഡോക്ടറോട് ദൈവം സംസാരിച്ചു. ഡോക്ടർ തലേ ദിവസം വന്ന് എന്നോട് പറഞ്ഞു, സർജറി വേണമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് കുറേ മരുന്ന് കുറിച്ച് തന്ന് 23 ദിവസത്തിന് ശേഷം എന്നെ അവിടുന്ന് ഡിസ്ചാർജ് ആക്കി. അങ്ങനെ ഞാൻ തിരികെ വന്ന് മന്ദിരത്തിലെ ശുശ്രൂഷയൊക്കെ ആരംഭിച്ചു. എന്നാൽ രോഗം പഴയതുപോലെ വന്നു. ഞാൻ 13 ദിവസം പുഷ്പഗിരി ആശുപത്രി ചികിത്സിച്ചു. 13 ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പോയി. ലേക്ക് ഷോർ ആശുപത്രിയിൽ ചില ദിവസം ചികിത്സയിലായിരുന്നു. ഇതുകൊണ്ടൊന്നും രോഗം ഭേദമായില്ല. അപ്പോൾ ഞാൻ ക്രിസോസ്റ്റം തിരുമേനിയാണ് മെത്രാപ്പോലീത്ത, അദ്ദേഹത്തോട് പറഞ്ഞു, തിരുമേനി എനിക്ക് കഴിയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, സാരമില്ല, ഞാൻ അച്ഛനെ ഇൻകപ്പാസിറ്റേറ്റഡ് ക്ലർജി ലിസ്റ്റിൽപ്പെടുത്തുകയാണെന്ന് പറഞ്ഞാൽ ഇനി ഒന്നിനും ശുശ്രൂഷ ചെയ്യാൻ അച്ഛനൊക്കത്തില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ആക്കുകയാണ് എന്ന് പറഞ്ഞു. തിരുമേനിയുടെ ഇഷ്ടം പോലെ ചെയ്യുക എന്ന് ഞാനും പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ബ്രദർ മുണ്ടയ്ക്കത്തോട്ടത്തിൽ ജോ സാമുവൽ, അദ്ദേഹമാണ് അപ്പുറത്ത് താമസിക്കുന്നത്, വൈഫിൻ്റെ അനിയത്തിയാണ് അവിടെയുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങോട്ട് പോരാൻ. അങ്ങനെയാണ് ആയൂരിൻ്റെ പ്രദേശത്തേക്ക് വന്നത്. അവരുടെ കൂടെ 1 വർഷത്തോളം താമസിച്ച് ഞാൻ ആ സമയത്ത് ചികിത്സയ്ക്ക് വേണ്ടി വീണ്ടും ശ്രീചിത്ര മെഡിക്കൽ സെൻറ്ററിൽ പോയി. പണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കാർഡ് അന്നുണ്ടായിരുന്നതുകൊണ്ട് അവർ അതിവേഗം എന്നെ അഡ്മിറ്റാക്കി പരിശോധിച്ചു. 13 ദിവസത്തോളം ഞാൻ മെഡിക്കൽ വാർഡിൽ കിടന്നു. എല്ലാ പരിശോധനകളും നിറവേറ്റി. അതിനുശേഷം അവർ പറഞ്ഞു, ഒരു സർജറി അച്ഛന് ആവശ്യമാണ്, കാരണം അച്ഛൻ്റെ ഹാർട്ടിൻ്റെ വാൽവിന് ലീക്കുണ്ട്, അതുകൊണ്ട് വാൽവ് മാറ്റിവെക്കേണ്ടതുണ്ട് എന്നവർ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് അവരുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ വാർഡിൽ നിന്ന് സർജറി വാർഡിലേക്ക് അവരെന്നെ മാറ്റി. അവിടെ വീണ്ടും അവരെല്ലാ പരിശോധനയും നടത്തി. ഈ മെഡിക്കൽ വാർഡിലെ ഡോക്ടർമാരാണ് സർജറി ആവശ്യമുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടത്. ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ ടെസ്റ്റുകൾ നടത്തും. എല്ലാ ടെസ്റ്റുകളും നടത്തി, സ്കാനിങ്, മറ്റെല്ലാ ടെസ്റ്റുകളും നടത്തി സർജറിക്ക് വേണ്ടി അവർ നിശ്ചയിക്കുകയുണ്ടായി. 2005 സെപ്റ്റംബർ മാസം 24-ാം തീയതി ഹാർട്ടിൻ്റെ വാൽവ് മാറ്റി ചിത്രായിൽ വെച്ച്, ശ്രീചിത്ര വാൽവാണ് അന്ന് തൊട്ട് വെച്ചിരിക്കുന്നത്. ഓപ്പറേഷന് മുമ്പ് അവർ എൻ്റെ ബന്ധുക്കളോട്, പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, ഇതൊരു പ്രയാസമുള്ള ശസ്ത്രക്രിയയാണ്, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് പറയാൻ കഴിയത്തില്ല, 8 മണിക്കൂർ ശസ്ത്രക്രിയ ഉണ്ടാകും എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ സീരിയസ് ആണെന്ന് തോന്നിയതുകൊണ്ട് അന്നുവരെ ഞാൻ ആയൂർ മെമ്പർഷിപ്പ് എടുത്തിരുന്നില്ല. എൻ്റെ വീട് പറവന്തൂരാണ്. പറവന്തൂർ ഇടവകയിൽ നിന്ന് ഒരു കത്ത് കൊണ്ടുവന്ന് ഇവിടെ മെമ്പർഷിപ്പ് ആയൂരെടുത്തു. അതിന് ശേഷമാണ്
ഞാൻ അവിടേക്ക് പോയത്. അവരെന്നെ പരിശോധിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ 1.5 മണിക്കൂർ കൊണ്ട് സർജറി പൂർത്തീകരിച്ച് ഈ വാൽവ് മാറ്റിവെച്ച ശുശ്രൂഷ നിറവേറ്റി ഇറങ്ങി. അതിനുശേഷം എൻ്റെ ഒരു ബന്ധു അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തോടല്ല, അവിടെയുള്ള ഒരു ഡോക്ടറിനോട്, എൻ്റെ മെയിൻ ചുമതല വഹിച്ചത്, ഡോക്ടറെ നിങ്ങളാണല്ലോ പറഞ്ഞത് 8 മണിക്കൂർ ശസ്ത്രക്രിയ ഉണ്ടാവും, കുഴപ്പമാണെന്ന്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ വെല്ലൂര് കണ്ട പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ കണ്ടതാണ്. പക്ഷേ സർജറിക്ക് വേണ്ടി ഓപ്പൺ ചെയ്തപ്പോൾ ആ പ്രശ്നങ്ങൾ ഒന്നും അധികം അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം മുസ്ലിം ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞത് സം മിറക്കിൾ ഹാപ്പൻഡ്, എന്തോ അത്ഭുതം നടന്നിരിക്കുന്നു. തീർച്ചയായും അനേക ആളുകൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുകയും കണ്ണുനീരൊഴുക്കുകയും ചെയ്തു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും ആ സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നെ അറിയാവുന്ന ഒത്തിരി ആളുകൾ, ഇടവക്കാർ, അവരുടെയൊക്കെ പ്രാർത്ഥന. ഈ അത്ഭുത രോഗശാന്തി എന്നൊക്കെ ആളുകൾ പറയും. ഞാൻ പറയുന്ന അങ്ങനെ ഒരെണ്ണമില്ല. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ, രോഗശാന്തി വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ദൈവം അത്ഭുതം പ്രവർത്തിപ്പാൻ മതിയായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ടാണ് എനിക്ക് സൗഖ്യം പ്രാപിക്കുന്നതിന് ഇടയായി തീർന്നത്. അതിനുശേഷം ഞാൻ ആയൂര് വന്ന് ഇവിടെ വൈഫിൻ്റെ സഹോദരിയുടെ കൂടെ ആ ഭവനത്തിലാണ് താമസിച്ചത്. 3 വർഷത്തോളം ഇൻകപ്പാസിറ്റേറ്റഡ് ക്ലർജി ലിസ്റ്റിലായിരുന്നു. അന്ന് വിശ്രമ ജീവിതം നയിച്ചെങ്കിലും എനിക്ക് ലഭിക്കുന്ന 3 ദിവസം കഴിഞ്ഞിട്ട് 1 മാസത്തെ റെസ്റ്റുണ്ട്. അത് കഴിഞ്ഞിട്ടേ വല്ലതും ചെയ്യാമെന്ന് പറഞ്ഞ ആ റെസ്റ്റിൻ്റെ സമയത്ത് ഇവിടെ 1 മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ആയു പള്ളിയിൽ ഒരു കൺവെൻഷന് 1 മണിക്കൂർ പ്രസംഗിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ ദൈവം അയക്കുന്ന ഇടങ്ങളിലൊക്കെ അനുഗ്രഹീതമായുള്ള ശുശ്രൂഷ അന്നും അതിനു മുമ്പും കൺവെൻഷന് പ്രസംഗത്തിന് പോയിട്ടുണ്ട്. ഞാൻ വിദേശത്തെങ്ങും പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വിദേശങ്ങളിലൊക്കെ പോയി ശുശ്രൂഷ ചെയ്യാനിടയായി തീർന്നു. ബഹുമാനപ്പെട്ട എൻ്റെ വികാരിയായിരുന്ന എബ്രഹാം സാമുവൽ അച്ഛൻ, ഇപ്പോഴത്തെ വികാരി ജനറൽ, അദ്ദേഹം ബഹറിലെ വികാരിയായിരുന്നപ്പോൾ ആദ്യമായിട്ട് എന്നെ അവിടെ ക്ഷണിച്ചു. ഒരാഴ്ച അച്ഛൻ്റെ കൂടെ താമസിച്ചാണ് വിദേശ രാജ്യത്ത് ആദ്യമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നതിനിടയായത്. അതിനുശേഷം കുവൈറ്റ് അവരുടെ വാർ കഴിഞ്ഞതിൻ്റെ ശേഷം, ഇൻവേഷൻ കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ കൺവെൻഷന് കുവൈറ്റിൽ പ്രസംഗിക്കാൻ ദൈവം അവസരം തന്നു. ദുബായ്, ഷാർജ, മസ്കറ്റ്, സലാല, ഇങ്ങനെ ഗൾഫിൻ്റെ മിക്കവാറുമുള്ള എല്ലാ ഇടവുകളിലും പോകുന്നതിനും അവിടെ വചന ശുശ്രൂഷ നിറവേറ്റുന്നതിനും ദൈവം കൃപ ചെയ്തു. ഞങ്ങൾ ഓർക്കുന്നു, ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. 2042 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ആയൂർ ഇടവകയിൽ നിന്ന് പെൻഷനായി. ഇവിടെയും കഴിവുള്ളിടത്തോളം പ്രവർത്തിപ്പാനായിട്ട് ആയൂർ ഇടവകയിൽ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാസനേജ് പുതുക്കി പണിയാൻ, അതിൻ്റെ മുകളിലത്തെ നില പണിയാനുള്ള അവസരം ലഭിച്ചു. അതുപോലെ തന്നെ എല്ലാ ഭവനങ്ങളും സന്ദർശിച്ച് കൂട്ടായ്മകൾ ബലപ്പെടുത്തുന്നതിനും സംഘടനകൾ ബലപ്പെടുത്തുന്നതിനും പരിശ്രമിച്ചിട്ടുണ്ട്. റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ 2 വർഷം 11 തൊട്ട് 13 വരെ OU സെൻറ്റ് തോമസ് ഇടവകയിൽ വീണ്ടും അവിടെ പോസ്റ്റ് ചെയ്യപ്പെട്ടു. അവിടെയുള്ള ശുശ്രൂഷ നിമിത്തം അവർക്കൊരു 10 സെൻറ്റ് സ്ഥലം വാങ്ങി അവിടെ ഒരു പാഴ്സനേജ് നിർമ്മിച്ച് 2 വർഷം കൊണ്ട് പൂർത്തീകരിക്കാനായിട്ട് ദൈവം കൃപ ചെയ്തു. അവിടെയുള്ള ആളുകളുടെ ഒക്കെ വലിയ സഹകരണം പ്രവർത്തനത്തിലുണ്ടായിരുന്നു എന്നുള്ളത് നന്ദിയോടുകൂടി ഞാൻ ഓർക്കുന്നു. അങ്ങനെ ആ ഇടവയിലെ ശുശ്രൂഷ നിറവേറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് തിരുമേനി പറഞ്ഞു, അണ്ടൂർ ഇടവയിൽ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് അച്ഛൻ ചെന്ന് അവിടുത്തെ ചുമതല വഹിക്കണമെന്ന്. അവിടെ മുമ്പിരുന്ന വികാരിയുമായി വലിയ പ്രശ്നങ്ങൾ നടന്നു. കണക്ക് പോലും പാസ്സാകാതെ പോയ ഒരവസരം. എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഈ പ്രത്യേകിച്ച് പ്രതിവിധിയൊന്നുമില്ല. അതുകൊണ്ട് ചെയ്തത് എത്രയേ ഉള്ളൂ,
വിത്തിൻ 2 വീക്സ് 2 ആഴ്ച കൊണ്ട് ആ ഇടവയിലെ എല്ലാ ഭവനങ്ങളും കയറി സന്ദർശിക്കുന്നതിനിടയായി. അപ്പോൾ എൻ്റെ സഹപട്ടക്കാരിയിൽ ചോദിച്ചു വെച്ചാൽ തൽക്കാലം വിട്ട ആൾ എന്തിനാ ഇങ്ങനെ വീട് കയറി ഇറങ്ങുന്നത്? തീർച്ചയായും പല ആളുകൾക്കും അങ്ങനെ തോന്നും. ഞാൻ പറഞ്ഞു, സെറ്റ് വെല്ല വച്ചേക്കുന്നതെങ്കിലും ഒറിജിനലിനെ പോലെ ചവയ്ക്കാൻ നമുക്ക് കഴിയണമെങ്കിലേ സംഗതി ശരിയാവും. അങ്ങനെ വീടുകളെല്ലാം കയറി ഇറങ്ങിയതുകൊണ്ട് ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കുന്നതിന് വാസ്തവത്തിലിടയായി. അങ്ങനെ ആ ഇടവയിലുള്ള ട്രസ്റ്റി കുട്ടിച്ചനെ ഇന്ന് പല വിധത്തിൽ സഹായം ചെയ്ത മിസ്റ്റർ വെർച്യൂസ്, അവിടെയുള്ള ഒരൊറ്റ മനുഷ്യർ പോലും ബദലായിട്ട് നിന്നില്ല. ഞാൻ ഓർത്തു, ചില ആളുകൾക്ക് ആ പള്ളിയിലോട്ടൊക്കെ പോകാനായിട്ട് മടിയാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ ചെന്ന ഈ ഇടവയൊക്കെ എത്ര ബെസ്റ്റായിട്ടുള്ള ഇടവകയാണ്, എത്ര സാധ്യതയുള്ള ഇടവകയാണ്. അവിടെയും ശുശ്രൂഷ നിറവേറ്റി മറ്റൊരച്ഛൻ വന്നപ്പോൾ ചുമതല ഏൽപ്പിച്ച് പോയി അവിടെയുള്ള കണക്ക് പാസ്സായി തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിച്ച് പോകുന്നതിന് ഏതാനും ചില മാസങ്ങൾ മാത്രമാണെങ്കിലും ദൈവത്തിന് സഹായിച്ചു. അതിനുശേഷം ഓയൂര് പാഴ്സനേജ് കൂതാശയും കഴിഞ്ഞ് ഞാൻ ട്രാൻസ്ഫറായി വന്നതിന് ശേഷം തിരിച്ച് മണ്ണൂർ ഇടവകയിലും അവിടെയുള്ള അച്ഛനുമായിട്ട് പ്രശ്നമുണ്ടായതുകൊണ്ട് ഇടവക്കാരെല്ലാം വല്ലാതെ ഇരുന്നൊരു സാഹചര്യത്തിൽ അച്ഛൻ അവിടേക്ക് പോകണം എന്ന് പറഞ്ഞു. 150ഓളം വീടുകളുണ്ട്. ഈ 150 വീട് 2 ദിവസം കൊണ്ട് ഞാൻ സന്ദർശിച്ച് തീർത്തു. എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ, രാവിലെ ഒരു ജീപ്പ് എടുത്ത് എല്ലാ വീടുകളിലും, ചുമതലക്കാരാ ജീപ്പ് എടുത്തത്, അവരുടെ കൂടെ ചേർന്ന് എല്ലാ വീടുകളും കയറി രാവിലെ 8 മണിക്ക് തുടങ്ങിയ യാത്ര രാത്രി 8 മണി വരെ പോയി. അങ്ങനെ 2 ദിവസം കൊണ്ട് അവിടെ തീർന്നു. അന്ന് ആളില്ലാതിരുന്ന വീടുകൾ പിന്നെ തന്നെ സന്ദർശിച്ചു. തന്നിമിത്തമായിട്ട് അവിടെയും ആളുകളുമായിട്ടൊരു ബന്ധം ഉണ്ടാകുന്നതിനും ഒരു ഡയറക്ടറി അവർക്ക് ഉണ്ടാകത്തക്കവണ്ണം അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ചെയ്തു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട അരുണച്ചൻ അവിടെ ചുമതലയ്ക്ക് വന്നത്. അതിനുശേഷം അച്ഛനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അച്ഛനും വളരെ അനുഗ്രഹീതമായി അവിടുത്തെ ശുശ്രൂഷ നിറവേറ്റി പോന്നു. അതിനുശേഷം യായൂർ ഇടവയോട് ബന്ധപ്പെട്ട് വീണ്ടും പ്രവർത്തിക്കുന്നു. മലപ്പേരൂർ ഇടവയിൽ താൽക്കാലികമായുള്ള ശുശ്രൂഷ നിറവേറ്റി. അങ്ങനെ ഈ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്യുന്നതിന് ദൈവമിടയാക്കി. സഭയിലെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമായിരുന്നുവെന്ന് 42 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കണ്ടു. ഇന്ന് 2020 ആകുമ്പോൾ മെയ് 11 ആയപ്പോൾ പട്ടത്തെ ശുശ്രൂഷയിൽ 50 വർഷം പൂർത്തീകരിച്ചത് സന്തോഷത്തോടുകൂടെ ഓർക്കാനായിട്ട് സാധിക്കും. ഈ ഡിസംബർ 28-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. 75 വയസ്സ് അന്ന് പൂർത്തിയാകും. അതുപോലെ ഞങ്ങളുടെ വിവാഹ വാർഷികം 21 ജനുവരി 21-നാണ്. അതും 50 വർഷം പൂർത്തീകരിക്കപ്പെടും. എൻ്റെ 2 ആൺമക്കൾ, ഒരാൾ കെൻഡക്കി USA അനുഗ്രഹീതമായി ശുശ്രൂഷ ചെയ്യുന്നു. ഇളയ മകന് കാനഡയിൽ ടൊറൻഡോയിൽ ഇടവയോടുള്ള ബന്ധത്തിലാണ് അദ്ദേഹം ശുശ്രൂഷ നിറവേറ്റുന്നത്. ലിനു പി കുരിയേശു. മറ്റേത് അമേരിക്കയിലുള്ളത് മാത്യു പി കുരിയേശു. അവരും കുടുംബമായി സഭയോടുള്ള ബന്ധത്തിൽ അനുഗ്രഹീതമായുള്ള ശുശ്രൂഷ നിറവേറ്റുന്നു. ഇതെൻ്റെ സഹധർമ്മിണി അന്നമ്മ കുരിയേശു, കുഞ്ഞുമോളെന്ന് വിളിക്കും. എൻ്റെ ആദ്യത്തെ ഇടവക തൊട്ടാണ് ഞങ്ങൾ ശുശ്രൂഷ ആരംഭിക്കുന്നത്. സ്വന്തം ദേശം പെണ്ണിക്കുളം അടുത്ത വാളക്കുഴി എന്ന് പറയുന്ന ദേശമാണ്. കുന്നുംപുറത്ത് സക്കറിയായുടെയും മേരിയുടെയും മകൾ ആണ് അന്നമ്മ കുരിയേശു. ഈ അച്ഛമ്മ ഒരു അധ്യാപികയായിരുന്നു. അധ്യാപനം 2005 ഞങ്ങൾ കുമ്മനാട്ടിൽ നിന്ന് മാറി വരുമ്പോൾ പെൻഷനായി ഞങ്ങളൊന്നിച്ചാണ് ഇങ്ങോട്ട് പോകുന്നത്. ഈ ശുശ്രൂഷ നിറവേറ്റുന്നതിന് കൊച്ചമ്മയുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരുന്നു. ആരെങ്കിലും വന്നാൽ
അതിഥികളെ സ്വീകരിക്കാനും സൽക്കരിക്കാനും അതുപോലെയുള്ള മനസ്സായിരുന്നു. ആ മനസ്സ് ഉണ്ടാകാനുള്ള കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ കുടുംബ പശ്ചാത്തലം അതുപോലെയായിരുന്നു. ഈ കല്യാണം ആലോചിച്ച് വന്നപ്പോൾ ഞാൻ ആരോടും അധികം പേരോട് അന്വേഷിച്ചില്ല. ഈ സഭയ്ക്ക് ആണ്ടുവരി കൊടുക്കുന്ന ബുക്കുണ്ട്, ആ ബുക്ക് എടുത്ത് നോക്കി. കാരണം അത് ആരും നിർബന്ധിച്ച് കൊടുക്കുന്ന ഒരു വരുമാനമല്ല. നോക്കിയപ്പോൾ ആ ഇടവയിലേക്കും ആണ്ടുവരി ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്ന ആളാണ് എൻ്റെ അമ്മാവിയപ്പനായിട്ട് പോകുന്ന പൊടിസാറെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനുശേഷം അവിടെ ചെന്ന് കാണുന്നതിന് മുമ്പ് ഉള്ള ഒരു സംഭവം, അവിടെയുള്ള വികാരി അച്ഛൻ, അന്ന് കാച്ചാണത്ത് KS എബ്രഹാം അച്ഛനാണ് വികാരി. ഒരു ദിവസം ഞാൻ ഇടമണ്ണിലൊരു കൂട്ടായ്മ നടത്താൻ പോയപ്പോൾ ഈ കുഞ്ഞുമോടെ ഫാദറും അച്ഛനും കൂടി ഒരു കാറിൽ വന്ന്, അവരുടെ സ്വന്തം കാറാണ്, എൻ്റെ അരികെ വന്ന് എന്നോട് പറഞ്ഞു, ഇങ്ങനൊരു കല്യാണം ആലോചിക്കാൻ വന്നതാണ്, അച്ഛൻ്റെ സമ്മതമാണെന്ന് തോന്നി ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ സമ്മതം പറയത്തില്ല, കാരണം ഇത് അപ്പനും അമ്മയും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, അതുകൊണ്ട് അപ്പച്ചൻ പറഞ്ഞാൽ ഞാൻ വന്ന് കാണാമെന്ന് പറഞ്ഞു. അവരന്നേരം തന്നെ വെണ്ണിക്കുളത്ത് റാന്നിയിൽ നിന്ന് കാറ് വിട്ട് ഇപ്പറവന്തു വന്ന് അപ്പച്ചനെ കണ്ട് അപ്പച്ചനോട് വിവരം പറഞ്ഞ് അന്നേരം തന്നെ അപ്പച്ചനെ ഡ്രസ്സ് ചെയ്യിച്ച് വാളക്കുഴി കൊണ്ടുപോയി ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് പെണ്ണിനെ കാണിച്ചതിന് ശേഷം അപ്പച്ചന് എന്നെ വിളിച്ചു പറഞ്ഞു, എൻ്റെ അരികെ വരികയോ വിളിച്ചു പറയുകയോ ചെയ്തു, അച്ഛൻ പോയി കാണണമെന്ന്. വേറെ ആരും പോയി കാണണമെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ പോയി കണ്ടു. അങ്ങനെ പെണ്ണ് കാണാൻ കൂടുതൽ ആളുകളൊന്നും വന്നില്ല. അതിന് ശേഷം കണ്ടതിന് ശേഷം പെങ്ങന്മാരെന്നോട് ചോദിച്ചു, അച്ഛാ ഞങ്ങളെ കൊണ്ടുപോയില്ലല്ലോ എന്ന്. ഞാൻ ചോദിച്ചു, പെങ്ങളെ ഞാൻ കണ്ട ഒരു പെണ്ണിനെ നിങ്ങൾ കാണണമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. പിന്നെ ആ കല്യാണം 1971 ജനുവരി 21 നടക്കുന്നതിനിടയായി. റാന്നി ഇടമൺ വെച്ചാണ് ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നത്. 1972 മോള് ഓഗസ്റ്റ് 30 മോള് ജനിക്കുന്നതിനിടയായി. ലിജ അവൾ കോളേജ് വിദ്യാഭ്യാസം വരെ അവിടെ ഞങ്ങളുടെ കൂടെ ഉള്ള ഇടവയിൽ താമസിച്ചു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം നിക്കോൾസൺ ബോർഡിങ്ങിൽ താമസിച്ച് അവിടെയാണ് ചെയ്തത്. അതിനുശേഷം അവൾ കോഴഞ്ചേരി കോളേജിൽ നിന്ന് മലയാളത്തിലാണ് ഡിഗ്രി എടുത്തത്. കല്യാണം കഴിച്ചത് ഇവിടെ കോഴഞ്ചേരി മണലൂർ, അവരിപ്പോൾ തിരുവനന്തപുരത്താണ്. അവിടെയുള്ളൊരു റോണി എബ്രഹാമായിട്ടാണ്. അവർ ദോഹയുടെ പ്രദേശത്തേക്ക് പോകുന്നതിനിടയായി. കൊയറിലെ അംഗമായിരുന്നു ഭാര്യയും ഭർത്താവും. വളരെ ആത്മീയമായും സജീവമായും പ്രവർത്തിച്ചു കൊണ്ടിരുന്നവരാണ്. അവരെയൊക്കെ മൂല്യ അവബോധമുള്ളവരായിട്ടാണ് ഞങ്ങളെ വളർത്തുന്നതിനിടയായത്. അതുകൊണ്ടാണ് അവൾ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് ഒരാൾ പൈസ അടിച്ചു മാറ്റിയപ്പോൾ അത് ശരിയല്ലെന്ന് അവനോട് പറഞ്ഞു. അതിനുശേഷം ആ കമ്പനി മാനേജരോട് പറഞ്ഞപ്പച്ച എനിക്ക് ജോലി വയ്യ, കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പണം നഷ്ടപ്പെടുന്ന കാര്യം അങ്ങനെയാണ് പറഞ്ഞത്. അത് മറ്റേ ആളിന് വിരോധമായി. ആ വിരോധമാണ് പിന്നെ മരണത്തിലേക്ക് വഴി കാണിച്ചത് എന്നുള്ളത് ഞങ്ങൾ ഓർക്കുന്നു. മറ്റൊരുത്തൻ്റെ എടുക്കരുതെന്നും സത്യസന്ധമായി പെരുമാറണമെന്നുള്ളതും വേറൊരുത്തൻ്റെ ഇതിൽ നമ്മൾ ഒന്നും ചെയ്യരുതെന്നും പറഞ്ഞതുകൊണ്ടാണ് അവളങ്ങനെ സത്യസന്ധമായി പെരുമാറിയത്. അതേക്കുറിച്ച് ഒരുപാട് ആളുകൾക്ക് ഒന്നും അറിയാത്തതായുള്ള സത്യമാണ്. അവിടെ ഞാൻ നിർത്തട്ടെ. അതിനുശേഷം എൻ്റെ രണ്ടാമത്തെ ഇത് ഒരു മകനാണ്. അത് വെച്ചാണ് ജനിക്കുന്നത്. അവന് ഇപ്പോൾ കെൻഡക്കി, USA കെൻഡക്കിയാണ്. നേരത്തെ അവർ ഹൂസ്റ്റണിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് യുവജന സഖ്യത്തിൻ്റെ വൈസ് പ്രസിഡൻ്റൊക്കെ ആയി. അനേക ആളുകളുടെ ശുശ്രൂഷ നിറവേറ്റി
ആത്മീയമായ ശുശ്രൂഷ ഒക്കെ വളരെ കാര്യമായി നിറവേറ്റുന്നു. അവന് എൻ്റെ ഭാര്യ കുമ്പനാട്, ഞാൻ പണ്ട് ശുശ്രൂഷ ചെയ്ത ഇടവയിലെ ഒരംഗമാണ്. ജൂബി മാത്യു എന്നാണ് ഇപ്പോൾ പേര്. അവർക്ക് 2 മക്കൾ, മേഘാമോളും മൈക്കാമോനും. അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു അമേരിക്കയുടെ പ്രദേശത്ത്. ആ മോനാണ് ഈ വീടൊക്കെ വെക്കാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായവും സഹകരണവും ചെയ്തത്. പല ആളുകളും ചോദിക്കും, പുറത്തെങ്ങും പോകാത്ത അച്ഛനെങ്ങനെ ഇത്രയും വലിയ വീട് വെച്ചത്? ഞാൻ പറഞ്ഞു, തീർച്ചയായും ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. ദൈവം തന്നെ അന്വേഷിക്കുന്നവരുടെ തലമുറയെ കാക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞു. 2ാമത്തെ മകന് ലിനു പി കുരിയേശോൻ കാനഡയുടെ പ്രദേശത്താണ്. ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവനൊരു ഏജൻറ്റ് മുഖാന്തരമാണ് അവിടെ പോയത്. പോകുന്നതിന് മുമ്പേ അവൻ ഗൂഗിളിൽ നോക്കി അവിടുത്തെ പള്ളി ഏതൊക്കെയാണ്, നല്ല പള്ളി ഏതാണ് എന്ന് നോക്കിയിട്ട് ആ പ്രദേശത്തോട്ടാണ്. ജോലി കിട്ടുന്ന സാധ്യതയല്ല അവൻ പോയത്. അവൻ ഫിസിയോതെറാപ്പി മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞു. അവൻ്റെ ഭാര്യ കാവംഭാഗത്തു നിന്നാണ്, ബ്ലസ്സി. അവൾ ദന്ത ഡോക്ടറാണ്. അവർ 2 കൂടെ കുടുംബമായിട്ട് കാനഡയുടെ പ്രദേശത്ത് താമസിക്കുന്നവനിപ്പോൾ ടൊറൻറ്റോയിലാണ്. അവിടുത്തെ കൊയറിൻ്റെ സെക്രട്ടറിയാണ്. കഴിഞ്ഞ ദിവസവും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചവനും, ഇതുപോലെ സ്കിറ്റ് പള്ളിക്ക് വേണ്ടി ചെയ്യുന്നവനും, ക്യാമറ ഉപയോഗിക്കുന്നവനും, എല്ലാ കാര്യങ്ങളും ഭംഗിയായി പള്ളിയോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നു. അവന് 2 മക്കളാണ്, ലിവിയായും ലിയാനായും. അവരും സന്തോഷകരമായി അവിടെ ശുശ്രൂഷ ചെയ്യുന്നു. തീർച്ചയായും കുടുംബത്തിൻ്റെ ബലം നമ്മുടെ ശുശ്രൂഷയ്ക്ക് നമുക്കൊരു വലിയ ബലം തന്നെയാണ്. 1971 ജനുവരി 21 ഞങ്ങളുടെ വിവാഹം. ആ വിവാഹത്തിന് മുമ്പ് തന്നെ വിവാഹമൊക്കെ പലരും ആലോചിച്ചപ്പോഴും എൻ്റെ ആഗ്രഹം ഒരു സുവിശേഷ വേല അങ്ങനെ അച്ഛന്മാരൊന്നും ഞങ്ങളുടെ ഇടവേ വന്നിട്ടില്ല, അങ്ങനെ എനിക്ക് അറിയത്തുമില്ലായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ സുവിശേഷ വേല ആളുകൾ ഉള്ള ഒരു ഉപദേശി അങ്ങനെയുള്ള ഒരു ചിന്തയിലായിരുന്നു. അപ്പോൾ ഈ ആലോചന വന്നപ്പോൾ അന്നും ഞാൻ എനിക്ക് വിവാഹം ആലോചിക്കുമ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കും, ദൈവത്തെ അറിയുന്ന ഒരാൾ എനിക്ക് മതിയെന്ന് ഞാനങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം അവിടെ വെച്ച് ഞങ്ങളുടെ പള്ളിയിലിരിക്കുന്ന കേശവരാജൻ തന്നെ ആലോചിച്ച് ഞങ്ങളുടെ കല്യാണം നടന്നു. അങ്ങനെ ഇരിക്കുന്ന അത് കഴിഞ്ഞ് ആത്മീയമായിട്ട് ആ റാന്നിയുടെ പ്രദേശത്ത് അന്ന് ഭയങ്കര നമ്മുടെ പൊടിക്കുഞ്ഞ് ഉപദേശി എന്ന് പറയുന്ന ഉപദേശി ഉണ്ടായിരുന്നു. അവരും ഒക്കെ അങ്ങനെ അന്നത്തെ കാലത്തെ റാന്നിയുടെ പ്രദേശത്ത് വലിയ ഉണർവായിരുന്നു. അപ്പം ഞങ്ങളെ 5 ദിവസം പള്ളിയിൽ ഉപവാസമായിരുന്നു. ഒന്നും കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ച് ഉപവാസമൊക്കെ ആ കാലയളവിലിരുന്നു. 69 അച്ഛനായി 71 ഞങ്ങളുടെ കല്യാണം. അന്ന് 4 വർഷം ഉണ്ടായിരുന്നു. ആ ഇടവേ അന്ന് ആ ആത്മീയമായിട്ട് പൊടിക്കുഞ്ഞ് ഉദ്ദേശി നേതൃത്വം നൽകി ഞങ്ങൾ കുറേ പേര് അന്ന് ഈ പള്ളിയിലിരുന്നു. അവരൊക്കെ ദൈവഭാഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പള്ളിയുടെ മറ്റു ചുമതലകൾ പിന്നെ പ്രസംഗിക്കുന്നവരൊക്കെ അവർ തന്നെയായിരുന്നു. ഞങ്ങൾ സെൻട്രലിലൊക്കെ എല്ലായിടത്തും പോകുമായിരുന്നു. രാത്രിയിൽ കൂട്ടായ്മയ്ക്കും അല്ലാത്ത വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ കൂട്ടായ്മയ്ക്ക് വന്നു. വളരെ ആത്മീയമായിട്ട് ഒത്തിരി ഉണർവുണ്ട്. അന്നൊന്നും എനിക്ക് ജോലിയില്ല. ഞങ്ങൾ 2 കൂടെ പോകുന്ന ഇടവകളിൽ അന്നേരം എല്ലായിടത്തും ഒന്നിച്ച് പോകുമായിരുന്നു, ഒന്നിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. അച്ഛന് പല പ്രാവശ്യം അസുഖങ്ങളൊക്കെ വന്നപ്പോൾ പുല്ലാട്ട് വന്നപ്പോഴും ഒരിക്കലും രക്ഷപ്പെടുകയില്ലെന്ന് പറഞ്ഞ് കാര്യം അച്ഛന് ആയുർവേദം, അലോപ്പതി, പിന്നെ അക്കുപഞ്ചറൊക്കെ ഒരുപാട് ചികിത്സകൾ പലയിടത്തുനിന്ന് ചെയ്തു. 3.5 വർഷം ഉണ്ടായിരുന്നു. കൂട്ടി നോക്കി അതിന്ന് അന്ന് ഏറ്റവും ഇളയ കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞ് 3-ാം പക്കം അച്ഛൻ വെല്ലൂക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോൾ അച്ഛന് യാതൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് അന്നത്തെ ഏറ്റവും വിദഗ്ധനായിട്ടുള്ള പിന്നെ മത്തായി ഈ ഡോക്ടർ പറഞ്ഞു, അച്ഛന് കുഴപ്പമൊന്നുമില്ല, അച്ഛൻ്റെ മുന്നിലൊരു സർപ്പം കിടന്നാൽ അച്ഛന് ഉറക്കം വരുമോ, അങ്ങനെ ചിന്തിച്ചാൽ മതി, അച്ഛനില്ലെന്ന്. അങ്ങനെ അച്ഛന് അവർ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു വിട്ടു. എന്നാൽ അച്ഛന് അതിവേദനയാണ്, തലവേദനയെന്നല്ല, തലയുടെ ഉച്ചിയിൽ വേദനയാണ്. രാത്രിയിൽ ഉറക്കമില്ലാതെ ചില രാത്രികളിൽ എഴുന്നേറ്റിരുന്ന് പിന്നെ മണൽ വറുത്ത് തലയിൽ വെക്കും. ചില രാത്രികളിൽ അച്ഛന് പിന്നെ തണുത്ത പിന്നെ തലയിൽ ഇങ്ങനെ താരത ഒഴിക്കൊണ്ടിരിക്കും. രാത്രിയിൽ അങ്ങനെ ഉറക്കമില്ലാതെ അതിനൊക്കെ നമ്മൾ വളരെ വിഷമിച്ചു. 3 പിഞ്ചു കുഞ്ഞുങ്ങൾ, മൂത്ത കുഞ്ഞ് ഒന്നി പഠിക്കുന്ന അവൾക്ക് 4 വയസ്സ്, അതിൻ്റെ ഇളയതിന്
മോൾക്ക് 8 വയസ്സ്, രണ്ടാമത്തെ മോന് 4 വയസ്സ്. ഇത് പ്രസവിച്ചതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അച്ഛൻ പറഞ്ഞത് പലപ്പോഴും അച്ഛൻ്റെ തലയിൽ വലിയ ഭാരം പോലെ ഞെക്കി പിടിക്കുകയും നമ്മുടെ ആ ശുശ്രൂഷകനൊക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളി ഇന്നില്ല, മരിച്ചു. അങ്ങനെയൊക്കെ ഒരുപാട് ചികിത്സകൾ ചെയ്ത് ഒടുവിലാണ് ദൈവം അനേകരുടെ പ്രാർത്ഥന, ഞാൻ പറഞ്ഞില്ലേ, കൂട്ടായ്മയിലൊക്കെ ഒരുപാട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും നമുക്കാവുന്നതുപോലെ സഹായിക്കുകയും മറ്റുള്ളവരുടെ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയൊക്കെ വരുന്നുണ്ട്. അച്ഛനെ എല്ലാവർക്കും അറിയാമായിരുന്നു, പേരുകൊണ്ടും അല്ലാതെയും അറിയാമായിരുന്നു. അച്ഛൻ അന്നൊക്കെ പ്രാർത്ഥിച്ച ആരെങ്കിലും തലയെ കൈവച്ച് പ്രാർത്ഥിച്ചാൽ അവർക്കത് സൗഖ്യമായിരുന്നു. അനേകരച്ഛൻ്റെ പലയിടത്ത് വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അച്ഛൻ എന്നെ അറിയുമ്പോൾ ഞാൻ അച്ഛൻ്റെ പ്രസംഗത്തിൽ മാനസാന്തരപ്പെട്ട ആളാ എന്നും പറഞ്ഞ് ഒരിക്കൽ ഞങ്ങളൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു സുവിശേഷകനെ, പുള്ളി ബെന്തിക്കോസിലാണ്. അപ്പോൾ ഉടനെ പുള്ളി പറഞ്ഞു, ഞാൻ അച്ഛൻ്റെ പ്രസംഗത്തിൽ മാനസാന്തരപ്പെട്ട അച്ഛൻ എന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അനേകയിടത്ത് ചെല്ലുമ്പോഴും നമുക്ക് ആ അനുഭവമുണ്ട്. അതുകൊണ്ട് ആ വലിയ പ്രയാസത്തിൽ നിന്ന് അച്ഛനെ വിടുവിച്ചത് ഇവിടെ ശ്രീധരായി ചെന്ന സമയത്ത് വെറും 50 പൈസയുടെ ഗുളിക, അന്ന് പൈസയുണ്ട്, 50 പൈസയുടെ ഗുളിക കൊടുത്താണ് അവർ അച്ഛൻ എന്ത് വാസം ചെറിയൊരു ഞരമ്പിൻ്റെ അതുണ്ടാകാൻ കാരണം തന്നെ അവിടെ നമ്മൾ പുല്ലാട്ട് വെച്ച് യുവജന സഖ്യക്കാരെല്ലാവരും കൂടെ തടി വറുത്ത് അവർ വീട് വെച്ച് കൊടുക്കാനായിട്ട് അവരോടൊപ്പം പിടിച്ച്, അന്ന് അച്ഛനും 10-28 വയസ്സേ ഉള്ളൂ. അങ്ങനെ അച്ഛനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈ തലയുടെ ഈ സൈഡിൽ ഒരു ഞരമ്പ് ഏതാണ്ട് വലിഞ്ഞതാണ്. പക്ഷേ അത് കണ്ടുപിടിക്കാൻ ഒത്തിട്ടില്ല, പൊക്കാഞ്ഞുകൊണ്ട് ഒരു ചെറിയ ഞരമ്പ്. അതുകൊണ്ട് അവർ അത് കണ്ടുപിടിക്കാഞ്ഞുകൂടി ശ്രീധരാക്കാരൊരു ചെറിയ ഏതോ വലിയ വിലയില്ലാത്ത ഒരു ഗുളിക കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കണ്ണ് തുറക്കുകയും കണ്ണടഞ്ഞു പോയതായിരുന്നു, ദൃഷ്ടി രണ്ടായിട്ട് മാറിപ്പോയി. അങ്ങനെ അവിടെ നിന്ന് ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. ഇതൊക്കെ ഞാൻ ഓർക്കുന്നത് പകലും കണ്ണുനീരോട് നമ്മുടെ പ്രാർത്ഥന, അനേകരുടെ പ്രാർത്ഥന. കാര്യം സെൻറ്ററിലും ഇടവകളിലും ഒക്കെ അച്ഛനെ നല്ലവണ്ണം അറിയാമായിരുന്നു. കാര്യം ചെറുപ്രായത്തിൽ തന്നെ അച്ഛന് പട്ടം കഴിഞ്ഞ് അനേക കൺവെൻഷനുമൊക്കെ അന്ന് തൊട്ടേ പ്രസംഗിക്കാനൊക്കെ പോകുമായിരുന്നു, അവരെ വിളിക്കുമായിരുന്നു. അങ്ങനെ പോയി. അങ്ങനെയുള്ളൊരു അച്ഛൻ ഇങ്ങനെ വന്നത് എന്താണെന്ന് പലപ്പോഴും നമ്മൾ തന്നെ ചോദിക്കും. പക്ഷേ അങ്ങനെ പല പ്രയാസങ്ങളുടെ നടുവിൽ കൂടെ കടന്നു പോയെങ്കിലും ദൈവം അവിടെ നിന്നും വിടുവിച്ചു. ആരോഗ്യത്തോടും ബലത്തോടും ഇരിക്കും. എത്രയോ പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് ഇത്രത്തോളം ദൈവം ഈ 75 വയസ്സാകാൻ പോകുന്നു. അത്രയും നാൾ അച്ഛനെ സൂക്ഷിച്ചു. പിന്നെയും പല ഇടവുകളിലിരിക്കുമ്പോൾ നമുക്ക് റാന്നിയുടെ പ്രദേശത്തിരിക്കുമ്പോൾ അവിടെയും ഈ പട്ടാളക്കാരുടെ കോളനി അവിടെ ആണെങ്കിലും യാതൊരു ആത്മീയമായിട്ടൊന്നുമില്ലായിരുന്നു. അന്ന് പിള്ളേർ ഈ ഒരു യോഗം ഈ പൊടിക്കുഞ്ഞുദേശി തന്നെ അന്ന് വെച്ചത്. പുള്ളിയാണ് പ്രസംഗിക്കാൻ വന്നത്. അതിൽ പിന്നെ കൂട്ടായ്മകൾ നടത്തി പിള്ളേരിൽ കൂടെ ഒരുപാട് പേര് ദൈവഭാഗത്തേക്ക് വന്നു. ഇന്നും നമ്മളത് പറഞ്ഞാലത് സത്യമല്ലെങ്കിൽ ഇവരിത് കാണുമല്ലോ. അങ്ങനെ വന്ന് അവിടെയും ആത്മീയമായിട്ട് വളരെ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പുല്ലാട്ട് വന്നപ്പോൾ അവിടെ ഈ പുല്ലാട് ബാബു ഉപദേശി, അവിടെ ജോയി അങ്ങനെ പലരുണ്ടല്ലോ ആ സെൻറ്ററിൽ നമ്മുടെ ഇടവയിൽ. അവരെല്ലാം നമ്മുടെ ഇടവയായിരുന്നു. അവിടെയും നല്ലൊരു കൂട്ടായ്മയുണ്ടായിരുന്നു. അന്നും ഇങ്ങനെ കൂട്ടം കൂടുകയും ആത്മീയമായിട്ട് ഇടവയിൽ ഒരുപാട് വളരുവാനും ഒരുപാട് പേര് ദൈവഭാഗത്ത് വരുവാനും അവിടെയും സാധിച്ചു. അതുപോലെ അതിനകത്തും ഒത്തിരി പേര് ദൈവഭാഗത്തേക്ക് വരുവാൻ സാധിച്ചു. പിന്നെ അവരെ തുടരെ കൊണ്ടുപോകാൻ ആളില്ലെങ്കിൽ അവർ മാറിപ്പോകും. അതുകൊണ്ട് അങ്ങനെ ജീവിതത്തിൽ നമ്മൾ എവിടെ ഇരുന്നാലും നമ്മൾ കൂടുതലും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ മുൻതൂക്കം കൊടുത്തത്. ചിലപ്പോൾ നമ്മൾ അത്രയും ഭവന സന്ദർശനമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ കെട്ടിടങ്ങളോ പള്ളികളൊക്കെ വലിയ പള്ളികളൊന്നും വെക്കുന്ന നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, മറ്റുള്ളവർ ചെയ്യുന്ന പോലെ. പക്ഷേ ആത്മീയമായിട്ട് എല്ലാ ഇടവുകളിലും നമ്മൾക്ക് അനേകരെ നേടുവാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചിട്ടുണ്ട്. പലരുടെ സാക്ഷ്യത്തിലൂടെയും പലരുടെ സംസാരങ്ങളിലൂടെയും നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നീടാണ് അച്ഛൻ ഈ തലവേദന വന്നത്. അതുമാണെങ്കിലും ഈ ഹാർട്ടിൻ്റെ വാൽവ് അതും കണ്ടുപിടിക്കാതെ 3.5 വർഷം അതും കൊണ്ട് നടന്നു. പലയിടത്തും പോയി എല്ലാവരും അച്ഛന് എന്താണെന്ന് കണ്ടുപിടിക്കുക. അവിടെ ചെല്ലുമ്പോൾ കുറേ മരുന്ന് കൊടുക്കും, പരിശോധിക്കും. അങ്ങനെ അതച്ഛൻ പറഞ്ഞല്ലോ. അവിടെയും ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മളോട് കൂടെ ഇരുന്നു എന്ന് പറയാനേ എനിക്ക് സാധിക്കത്തുള്ളൂ. നമ്മുടെ
ഇതിൻ്റെ എല്ലാം എവിടെയാന്നേലും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ദൈവസന്നിധിയിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയും കണ്ണുനീരൊഴുക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവിടുന്ന് വിടുതൽ തന്നു എന്ന് പറയാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. കുഞ്ഞുങ്ങൾ ജീവനുള്ളവരുടെ ദേശത്ത് ദൈവം നമ്മെ ശേഷിപ്പിച്ചല്ലോ എന്നോർത്ത് ദിനംതോറും ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 3 നേരത്തെ പ്രാർത്ഥനയായി. ഇപ്പം കോവിഡ് വന്നേ പിന്നെ മാർച്ച് കഴിഞ്ഞ് പിന്നെ പള്ളിയിൽ പോകാനൊക്കാത്തതുകൊണ്ട് രാവിലെയും ഒരു 10-11 ആകുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. അങ്ങനെ ഉച്ചയ്ക്കും പിന്നെ വൈകിട്ടും. അതുപോലെ ഞായറാഴ്ചത്തെ കുർബാന ഒഴിച്ച് ബാക്കി ശുശ്രൂഷ എല്ലാം ഞങ്ങൾ നടത്തും. അങ്ങനെ ഇവിടെ ഇന്നും ആത്മീയമായിട്ട് ഇത്രത്തോളം ദൈവം നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ മാത്രമേ നമുക്ക് കഴിയുന്നുള്ളൂ. അങ്ങനെ എല്ലാം ദൈവം ഇത്രത്തോളം നമ്മളെ നടത്തി ആരോഗ്യവും ബലവും തന്നു. ഇപ്പോൾ ഈ 28 ആകുമ്പോൾ ഡിസംബർ 28 അച്ഛന് 75 വയസ്സ് തികയുക. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് എല്ലാം കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അനേകർ ഈ ദൈവഭാഗത്തേക്ക് വരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതവും പ്രവർത്തനവും അതിന് മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.